പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഏകമനസ്സോടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനവുമായിട്ട് അടുത്തു വരുന്ന ഈ വേളയിൽ അവിടുത്തെ വിശേഷമായ അഭിഷേകത്താൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ബലഹീനരായ ഞങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും നല്ല ഓർമ്മയില്ല, ഗ്രഹിക്കുവാനുള്ള പ്രാപ്തി കുറവാണ്, വിദ്യാഭ്യാസം കുറവുള്ളവരുണ്ട്. നാഥ, എല്ലാവരെയും കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവത്തിന്റെ വിശേഷമായ ജ്ഞാനത്താല് എല്ലാ മക്കളെയും നിറയ്ക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്ക് എൻലൈറ്റ്മെന്റ് തരണമേ. സ്ക്രിപ്ചറിലൂടെ ഞങ്ങൾക്ക് കടന്നു പോകാനും ദൈവജനത്തിന്റെ സ്നേഹത്തെ കാണാനും ഇടവരുത്തുമാറാകണമേ. ജീവന്റെ ഉറവിടമേ, നന്മയുടെ ആധാരമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രന് ഞങ്ങളുടെ രക്ഷിതാവുമായ ഈശോയുടെ സ്നേഹത്തെ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി നന്ദി. പിതാവിന്റെ സ്നേഹത്തെയും പുത്രന്റെ കൃപയെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെയും ഞങ്ങളിലേക്ക് സ്വീകരിക്കുന്നു. സകല വിശുദ്ധന്മാരുടെയും കൂട്ടായ്മയെ ഈ സമയത്ത് വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. രക്തസാക്ഷികളുടെ വിശ്വാസത്തിന്റെ ധൈര്യം സ്വീകരിക്കുന്നു. ദൂതന്മാരുടെ സഞ്ചയത്തിന്റെ വലിയ സംരക്ഷണം സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിശേഷമായ മാധ്യസ്ഥവും വിശേഷമായ കാവലും കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയും സ്വീകരിക്കുന്നു. അങ്ങനെ അവിടുത്തെ ശരീരമാകുന്ന സഭയുടെ സർവ്വ ഐശ്വര്യത്തിലേക്കും വിശ്വാസത്താൽ പ്രവേശിച്ചുകൊണ്ട് കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കും കൂടെ പങ്കുചേരാനായിട്ട് കഴിയും. അപ്പൊ ഗാലറി വ്യൂ ഇട്ടവനെ ഞാൻ ആൾക്കാരെ ഒന്ന് പിക്ക് ചെയ്യട്ടെ. ആരോടാണ്? നമ്മളുടെ ജെസ്സി ജോസഫിനോട് തന്നെ ചോദിച്ചേക്കാം അല്ലെ? ഓക്കെ, എന്താണ് ജെസ്സി ജോസഫ് മോണോഗനസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മോണോഗനസ് എന്ന ചിന്തയിലൂടെ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്ന ദൈവശാസ്ത്രം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ മോണോഗനസ് എന്ന പദത്തിലൂടെ അവതരിപ്പിക്കുന്നത് സവിശേഷമായി ജനിച്ച ആളാണ് ഈശോ എന്നും, അതായത് ആദ്യമോ അന്ത്യമോ ഒന്നുമില്ല, സവിശേഷമായ വിധത്തിൽ ജനിച്ചു എന്നാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഇതിലൂടെ ബോധിപ്പിക്കുന്നത്. യുണീക്ക് കൈൻഡ് അല്ലേ? യുണീക്ക് ആയിട്ട്, യെസ്. ഓക്കെ, അപ്പം ആരംഭമില്ല, അവസാനമില്ല, ആരംഭമില്ല, അവസാനമില്ല എന്ന് നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു അഞ്ച് പോയിന്റ്സ് ഓർക്കുന്നുണ്ടോ നമ്മള് ഡിസ്കസ് ചെയ്തേ? അൺപെരീഷബിൾ ആണ്, അൺചേഞ്ചബിൾ ആണ്, നശിക്കാത്തവനാണ്, ആരംഭമില്ലാത്തവനാണ്, നിസ്തുല്യനാണ്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്, ജനനം ആവശ്യമില്ലാത്തവനാണ്, ജനിപ്പിച്ചവനാണ്, ജനിക്കാത്തവനാണ്, ജനിച്ചവനല്ല, ആവശ്യമില്ലാത്തവനാണ്, ജനിക്കാത്തവനാണ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല, പക്ഷെ സൃഷ്ടാവാണ്. അല്ലല്ല, വചനം മാംസമായി. ഓക്കെ, അപ്പം ആ ഒരു ഈ മോണോഗനസ് എന്ന വാക്കിനകത്തൂടെ വിശേഷമായ വിധത്തിൽ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. താങ്ക് യു ജെസ്സി ജോസഫ്. നമുക്ക് താങ്ക് യു. നമ്മുടെ ആരാണ് ഇനിയും അടുത്ത പേജ് എടുത്ത്? നമ്മളുടെ എലിസബത്തിനോട് ചോദിക്കാം. എലിസബത്ത് ഹെയ്സൽ. ഓക്കെ, എലിസബത്തെ, ഇപ്പം നമ്മളും മോണോഗനസ് പോലെയല്ലേ? അപ്പൊ നമ്മളുടെ ഈ ഏകജാതനും നമ്മളും വീണ്ടും ജനിച്ചവരല്ലേ? അപ്പൊ വാട്ട് ഈസ് ദ ഡിഫറൻസ്? സഭയുടെ പ്രബോധനത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാനത് വിശദീകരിച്ചിരുന്നു. അതിപ്പം എലിസബത്ത് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? നമ്മള് ദത്തുപുത്രന്മാരല്ലേ? യേശുക്രിസ്തു വന്നിട്ട് ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന ദൈവം, ഏകജാതൻ, നിസ്തുല്യനായ പുത്രൻ, ആരംഭത്തിലെ ഉണ്ടായിരുന്നവൻ, സൃഷ്ടിക്കപ്പെടാത്തവൻ, ആരംഭത്തിലെ ഉണ്ടായിരുന്നവൻ, അങ്ങനെയല്ലേ? അപ്പൊ നമ്മുടെ പുത്രത്വവും ഈശോയുടെ പുത്രത്വവും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, നമ്മുടെ ദത്തുപുത്രത്വവും ഈശോയുടേത് ദത്തുപുത്രത്വവും, ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന ദൈവം നിത്യപുത്രത്വം, നിസ്തുല്യനായ പുത്രൻ, പിതാവിന്റെ നിത്യപുത്രത്വവും ദൈവത്തിന്റെ
ദത്തുപുത്രവും ദൈവത്തിന്റെ അതേ മഹത്വവും മനുഷ്യത്വവും ദൈവത്തോടു കൂടിയായിരുന്നവനാണ് നമ്മുടെ ഇടയിൽ വന്നത്. യേശു ഓക്കെ. ക്രിസ്തു നമ്മളുടെ ഓക്കെ. ദത്തുപുത്രത്വം. നമ്മുടെ ദത്തുപുത്രത്വമാണ് അല്ലെ? അതെ. ഓക്കെ. അപ്പൊ ഈ ഏകജാതന്റേതുമായ മഹത്വം അത് നമ്മൾ 14-ാം വാക്യത്തിൽ നിന്ന് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മൾ അവന്റെ മഹത്വം ദർശിച്ചു, ഏകജാതന്റേതുമായ കൃപയും സത്യവും നിറഞ്ഞതും പിന്നെ ഏകജാതനായവന്റേതുമായ ജാതന്റേതുമായ മഹത്വം. അപ്പൊ ആ ഏകജാതന്റേതുമായ മഹത്വം എന്നുള്ളതിന് മുമ്പ് പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ആ ഗ്ലോറി അല്ലെങ്കിൽ അതിന്റെ ഷെയറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതെങ്ങനെയായിരുന്നു എലിസബത്ത് മനസ്സിലാക്കിയത്? പിതാവിലുള്ള അതേ മഹത്വം തന്നെ പുത്രനിലുമുണ്ട്. പിതാവിൻ്റെതായ അതെ ദൈവത്തിൻ്റെതായ എല്ലാം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യപുത്രനായി പരിശുദ്ധാമ്മയിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിച്ചു. മനുഷ്യത്വം സ്വീകരിച്ചു. ദൈവത്വവും മനുഷ്യത്വവും അതേസമയം ദൈവത്വം ഉണ്ടായിരുന്നു, മനുഷ്യത്വവും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡോക്സ അല്ലെങ്കിൽ ഡോക്സോൺ എന്ന് പറയുന്നത്, ഡോക്സ നമ്മൾ കണ്ടത് ആരുടെയാണ്? ആരുടെ ഡോക്സയാണ് നമ്മൾ ജീസസിൽ കണ്ടത്? പിതാവിന്റെ അതേ മഹത്വം, ഗ്ലോറി പുത്രനിലും നമ്മൾ കണ്ടു. ഓക്കെ. അപ്പം യേശുക്രിസ്തുവിന്റെ ഏകജാതനായ യേശുക്രിസ്തു എന്ന് പറയുന്നതിലൂടെ നമ്മളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് യേശുക്രിസ്തുവിന്റെ പുത്രത്വം, നിത്യപുത്രത്വവും നമ്മുടെ പുത്രത്വം ദത്തുപുത്രത്വം ആയതിലൂടെയാണ് അല്ലെ? ദത്തുപുത്രത്വം. അതെ. അതാണ് പ്രധാനമായിട്ട് അതിന്റെ അകത്ത് മനസ്സിലാക്കിയത് അല്ലെ? മനസ്സിലാക്കിയത്. ഓക്കെ. ഇനി അടുത്തത് നോക്കിയാല് ഈ വേഴ്സ് 18 നമ്മള് ഈ ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഈ തെയോസിന്റെ കൂടെ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസും തെയോസും ഒന്നായിരുന്നു. ആ ലോഗോസ് ആണ് സാക്സ് എടുത്തത്. സാക്സ് എന്ന് പറയുമ്പോൾ ഫ്ലഷ് എടുത്തത്. അത് നമ്മൾ കേട്ട അല്ലെ? അതപ്പോ ആ ഒരു ഇൻകാർണേഷൻ എന്നുള്ളതിന്റെ ആ ഒരു ചിന്ത, അതൊക്കെയായിരുന്നു പ്രധാനമായിട്ട് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു എലിസബത്ത്, യു ഡിഡ് വെൽ. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോവാം, അടുത്ത പേജിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ആരാണ്? നമ്മുടെ ജോൺസൺ സാറ് തന്നെ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്. ജോൺസൺ സാറെ, എറണാകുളത്ത് എന്താണ് വിശേഷം? ജോൺസൺ സാറ്, പ്രൊഫസർമാരെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിടാൻ പാടില്ല, കാരണം ഇവരാണ് ഈ പിള്ളേരോടെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇനിയിപ്പം ഇവരോട് ചോദ്യം ചോദിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ കളഞ്ഞു കുടിക്കാൻ പാടില്ല. ജോൺസൺ സാറേ, ഹാപ്പി ന്യൂ ഇയർ. മറ്റേ നമ്മള് ന്യൂ ഇയറിനൊക്കെ ചങ്ങനാശ്ശേരി ഒരുമിച്ച് കൂടുന്നതായിരുന്നു അല്ലേ? അറ്റ്ലീസ്റ്റ് ഫോർ ദ ന്യൂ ഇയർ അല്ലേ? അതെ അതെ. ഇപ്രാവശ്യം അതിനൊന്നും അവസരം ഉണ്ടായില്ല. 10 വർഷത്തിന് ശേഷം. അതെ അതെ അതെ. അപ്പൊ ജോൺസൺ സാറേ, എന്താണ് വാട്ട് ഈസ് മോഡലിസം? പിതാവ് തന്നെ പുത്രനായി ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്ത് പുത്രൻ തന്നെ ആത്മാവായി വന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഭൂമിയിലേക്ക് വന്നു. അപ്പൊ അതിനല്ലേ നമ്മൾ വിശ്വസിക്കുന്നേ. അപ്പൊ പിന്നെ എന്തിനാ നമ്മള് ട്രിനിറ്റേറിയനിസം വിശ്വസിക്കുന്നേ? ത്രിയേക ദൈവമല്ലേ? അല്ല, അത് തന്നെയല്ലേ ജോൺസൺ സാർ പറഞ്ഞത്. പിതാവിന്റെ വേഷം, പുത്രന്റെ വേഷം, പരിശുദ്ധാത്മാവിന്റെ വേഷം. ടീച്ചർ നമ്മളെ സഹായിക്കുന്നത്. പറഞ്ഞോ ടീച്ചറെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്നാ, ഓരോ സെയിം പേഴ്സൺ തന്നെയാണെന്നാ. എക്സാക്ട്ലി. അതായത് പഴയ നിയമത്തിൽ പിതാവായി അവതരിച്ചവൻ തന്നെയാണ് പുതിയ നിയമത്തിൽ പുത്രനായി അവതരിച്ചത്. ആ ആള് തന്നെയാണ് പരിശുദ്ധാത്മാവായി വന്നത് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് പ്രചന്ന വേഷം അല്ലെ? പിതാവിന്റെ വേഷം ഇട്ടു, പിന്നെ പുത്രന്റെ വേഷം ഇട്ടു, പിന്നെ പരിശുദ്ധാത്മാവിന്റെ വേഷം ഇട്ടു. അത് ആ ഒരു ചിന്തയാണ് എന്ത് ചെയ്യുന്നത്, മോഡലിസം എന്നുള്ളത് കൊണ്ട് വ്യക്തമാക്കുന്നത് അല്ലെ? മറ്റൊരു രസത്തെ കുറിച്ചും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആരാ അത് പറയുന്നത്? നമ്മുടെ മോളി ജെയിംസിനോട് ചോദിച്ചേക്കാം.
മോളി ജെയിംസ് ഇതാ തയ്യാറായിട്ട് നിൽക്കുക. മോഡലിസത്തിന്റെ കൂടെ നമ്മൾ പഠിച്ച വേറെ റിസം ഏതാണ്? ട്രിനിറ്റേറിയസം. ആ, ട്രിനിറ്റേറിയൻസിന് മുമ്പ് വേറെ റിസം പഠിച്ചായിരുന്നു. മോഡലിസം. അപ്പൊ നമുക്ക് മോളി ജെയിംസിന് 5 പ്രാവശ്യം എംബോസിഷൻ കൊടുക്കാം അല്ലേ? ഓക്കെ, എന്നാൽ നമ്മുടെ മോളി ജെയിംസിന് 5 പ്രാവശ്യം എംബോസിഷൻ കൊടുത്തു. ഇനി അടുത്ത പേജ് എടുത്ത് നോക്കട്ടെ ആർക്കാ ഇനി എംബോസിഷൻ കൊടുക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നമ്മൾ പഠിച്ചത്. എല്ലാവരും ഭയങ്കര തപ്പലാണ്, ബുക്കിൽ ഇപ്പൊ ഭയങ്കര ഓടിത്തപ്പലാണ്. ഏതാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ആരോടാ? നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെ എവിടെ? നമ്മുടെ സിസ്റ്റർ ഫിലോ എവിടെ? നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെ സമയം എടുത്തത് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാട്ടെ. അയ്യോ, അത്ര സമയത്തൊന്നും പഠിക്കാൻ പറ്റിയല്ലോ, അത് മലയാളം. ഡോസറ്റിസം ബ്രദർജി. Docetism. Sister Philo. Docetism. What is Docetism, Sister Philo? You can explain in English. That is not an incarnated form, but Jesus has not taken, since he is a God man, he has not taken the flesh in himself, but that is they are thinking that is way. Manisha, divinity and humanity cannot be in Jesus, because a God cannot become a man and take the form of a man. So that is they are fully sure with that, and John is continuously denying that and telling Jesus has taken the form of a man. He has born and the word was made flesh, and this is it, Docetism. Exactly. Well, thank you so much, Sister Philo. The Docetism, the view holds Jesus was just a manifestation or kind of illusion. Jesus was just a manifestation, not the incarnation. That is called Docetism. These view were held by two major sect of people, or two major sects. The first one is Gnostics, and the second one is this people who have the real root of Greek philosophy. They were holding the view of Docetism, so they deny the basic reality, that is the incarnation of Jesus. And John here refuting them by saying, word became sarx. Logos, Egnity, sarx. That means became. Vajanam jadamai tirnu. Vajanam mamsam sigarichu. That's what the explanation. Word became flesh. Logos, Egnity, sarx. അത് പഠിച്ചതാണ്. അപ്പം Docetism holds Jesus was an illusion or kind of manifestation. It was not an incarnation. But John in his gospel, he emphasized that it was not a revelation or the manifestation or the illusion, but it was really an incarnation. Became flesh. മാംസം സ്വീകരിച്ചു. അതായിരുന്നു പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Okay, these are the major area we were discussing last week. Now we are getting into the second paragraph of first John's Gospel, chapter 1. Maybe you can follow the same. ഇംഗ്ലീഷ് മലയാളം കൂടെ പറഞ്ഞാൽ പാടായിരിക്കും, കാരണം മലയാളം മാത്രം ഗ്രഹിക്കുന്ന ഒത്തിരി പേരും പങ്കുചേരുന്നുണ്ടെന്ന് തോന്നുന്നു. Anyway, I will try in between both of them. Okay. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. I just want to congratulate you all, because നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ വേഴ്സ് സ്റ്റഡിക്ക് വേണ്ടി പോയാൽ ഒരുപാട് സമയം എടുക്കേണ്ടതുകൊണ്ടാണ് ഈ മോണോഗനസ് എന്നുള്ള പദം മാത്രമൊക്കെ എടുത്ത് നമ്മൾ പഠനമായിട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പം സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ചാപ്റ്റർ 1 വേഴ്സ് 19 to 28 ആണ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 28 വരെയുള്ള ഭാഗമാണ്. ഈ ഭാഗം പ്രധാനമായിട്ട് പറയുന്നത് യോഹന്നാന്റെ സാക്ഷ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗമാണ്. യോഹന്നാന്റെ സാക്ഷ്യം.
അപ്പൊ ഇവിടെ രണ്ട് പ്രധാന ചോദ്യമാണ് യോഹന്നാൻ നേരിടേണ്ടി വന്നത്. ഒന്ന്, നീ ആരാണ്? അതാണ് നമ്മൾ വേഴ്സ് 19 കാണുന്ന ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം എല്ലാവരും ഫോളോ ചെയ്യുക. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തു അല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്നവൻ പ്രതിവചിച്ചു. വീണ്ടും അവർ ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനോ? അല്ല എന്നവൻ മറുപടി പറഞ്ഞു. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾക്ക് മറുപടി കൊടുക്കണം. നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? വേഴ്സ് 23 ഞാൻ വായിക്കുന്നത്. അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ആ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വചനം, വേഴ്സ് 23. അത് ഒന്ന് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക, ബൈബിൾ ഉള്ളവരെ. ഇല്ലാത്തവര് 23-ാമത്തെ വാക്യം. ഒന്ന് ഡോക്ടർ വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചു. 23 അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമാണ് ഞാൻ. ഓക്കെ. അപ്പൊ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ഞാൻ കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. ഞാന് ശബ്ദമാണ്, എ വോയിസ്. ഞാന് ഐ ആം എ വോയിസ്. യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തി പറയാണ്, ഞാൻ ഒരു ശബ്ദമാണ്, ഞാൻ ഫോണാണ്, ഫോൺ. ഞാൻ ഫോണാണ്, ഐ ആം എ വോയിസ്. ഗ്രീക്കിൽ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ എ വോയിസ് എന്നാണ് അർത്ഥം. ഫോൺ എന്ന് പറഞ്ഞാൽ ഇതല്ല. ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ശബ്ദമാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ റെലവന്റ് ആയിട്ട് 5 ടൈംസ് ചോദിക്കുകയാണ്. ആരാണ് ചോദിക്കുന്നത്? യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരും ലേവ്യന്മാരും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു. അപ്പൊ ഇവിടെ ഒരു മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും ലൂക്കാസ് സുവിശേഷത്തിലും ഒന്നും ഈ ചോദ്യം ചോദിച്ചത് ആരാണ് എന്നുള്ള പ്രസക്തമായ ഉത്തരമില്ല. പക്ഷെ യോഹന്നാന്റെ രേഖയില് ഈ ചോദ്യം ചോദിച്ച ആരാണ് എന്ന് വ്യക്തമായിട്ട് പറയാണ്. ജെറുസലേമിൽ നിന്നും പുരോഹിതന്മാരെയും ലേവ്യന്മാരെയും അയച്ചപ്പം. അപ്പൊ ഇത് ജെറുസലേം ചുറ്റിപ്പറ്റിയുള്ള ഒരു സംഘമാണ് ഈ ചോദ്യം യോഹന്നാനോട് ചോദിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ എന്ന എഴുത്തുകാരൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ചോദ്യം ചോദിക്കുന്നത് യോഹന്നാൻ സ്നാപകനോടാണ്, പക്ഷെ ഈ ചോദ്യം എഴുതുന്നത് യോഹന്നാൻ എന്ന സുവിശേഷകനാണ്. അപ്പം യോഹന്നാൻ എന്ന സുവിശേഷകൻ നമ്മൾ ആദ്യമേ പഠിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങളുടെ എല്ലാം ഐ വിറ്റ്നസ് ആയിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സന്ദർഭത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ യോഹന്നാനെയൊക്കെ വിളിക്കുന്നതായിട്ട് കാണുന്നത്. യോഹന്നാൻ എന്ന പ്രിയ ശിഷ്യനെ വിളിക്കുന്നതാണ് 35 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത്. അപ്പൊ അതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെയും ദൃക്സാക്ഷിയാണ് യോഹന്നാൻ എന്ന സുവിശേഷകൻ. എന്നാൽ ഇത് സംസാരിക്കുന്നത് യോഹന്നാൻ എന്ന സ്നാപകനെ കുറിച്ചാണ്. യോഹന്നാൻ സ്നാപകനെ പറ്റിയാണ്. ആ ഡിഫറൻസ് മുമ്പ് സീറ്റ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മളിത് മനസ്സിലാക്കാനായിട്ട്. നീ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ ചോദ്യം പല ഉത്തരം കൊണ്ട് യോഹന്നാൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്തൊക്കെയാണ് ആ ഉത്തരങ്ങള്? ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. അപ്പൊ പുരോഹിതന്മാരും ലേവ്യന്മാരും അയച്ചപ്പം യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തു അല്ല. നീ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരാണെന്ന് പറയുന്നതാണോ അതോ ഞാൻ ക്രിസ്തു അല്ലെന്ന് പറയുന്നതാണോ? നീ ക്രിസ്തുവോ എന്ന് ചോദിച്ചാൽ ഞാൻ ക്രിസ്തു അല്ല എന്ന ഉത്തരം കൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാം. എന്നാൽ ചോദ്യം നീ ആരാണെന്നാണ്. അപ്പൊ യോഹന്നാൻ
പരിചിതമായ മറുപടികൾ, അവരുടെ ഇടയിൽ വരാൻ സാധ്യതയുള്ള സംശയത്തിന്റെ മറുപടികൾ ഓരോന്നായി നിരത്തുകയാണ്. ഞാൻ ക്രിസ്തു അല്ല, അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആണ് നമ്മളിപ്പോ ഒന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ക്രിസ്തു വരും എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ആർക്കറിയാം? യഹൂദർക്ക് സകലർക്കും അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെ നമ്മൾ ഡീൽ ചെയ്തത് ഗ്രീക്ക് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ഇതിനിടയിൽ എത്രാമത്തെ വാക്യം മുതലാണ്? പിതാവിന്റെ ഏകജാതനായ പുത്രന്റെ തേജസ്സായി കണ്ടു എന്ന് പറയുന്ന 18-ാം വാക്യം മുതല് ഫ്രം ദി ജൂയിഷ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഇൻ ടു ദി ഹീബ്രു മൊസൈക് ലോ കോണ്ടെക്സ്റ്റ്, യഹൂദ നിയമ പരിതസ്ഥിതിയുടെ പശ്ചാത്തലത്തിലേക്ക് ഈ ക്വസ്റ്റ്യൻ മാറുകയാണ്. കാരണം ഗ്രീക്ക് ഫിലോസഫിക്കൽ തോട്ട്സ് നമ്മൾ കേട്ടു, ലോഗോസ് ആണ്, ഫോട്ടോസ് ആണ്, അതെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോഴിതാ യഹൂദരുടെ പ്രമാദമായ വിഷയങ്ങളിലേക്ക് സംഭവം വരികയാണ്. എന്താണ് അവരുടെ വിഷയം? അവരുടെ വിഷയം അവരോട് പരിചയപ്പെടുത്തുമ്പോൾ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ നിത്യനായ പിതാവിന്റെ ഏകജാതനായ പുത്രനാണ് മോണോഗനസായി നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്ന യേശുക്രിസ്തു. അതാണ് ആ പ്രയോഗത്തിന്റെ വിശദീകരണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് യോഹന്നാൻ ചോദ്യം ചോദിക്കുകയാണ്, നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ യെരുശലേമിൽ നിന്ന് വരികയാണ്. ലേവ്യരും അയച്ചപ്പോൾ, പുരോഹിതന്മാരെയും ലേവ്യന്മാരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു, ഞാൻ ക്രിസ്തു അല്ല, അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. രണ്ടാമത് അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? പോസിബിൾ ആയ 2 പ്രവചനങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. ഒന്നാമത്തെ പ്രവചനം യെശയ്യാവ് പറഞ്ഞ കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അങ്ങനെ ഒരു മകൻ നൽകപ്പെടും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരാകും. അപ്പൊ യേശു ആണത്. അപ്പൊ ആ യേശു ആണോ നീ? രണ്ടാമത്തേത് ഏലിയായെ കുറിച്ചുള്ള പ്രവചനമാണ്. അത് 2 നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ കോണ്ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വാക്യം ഒന്ന് എടുത്ത് പെട്ടെന്ന് വായിക്കാം. ഇവിടെ ഈ ചോദ്യം ഇവർ ചോദിക്കാൻ ഇടയായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. മീഖായുടെ മലാഖി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനമാണത്. ഒന്ന് എടുക്കാമോ? മലാഖി 4:8. ബൈബിളിലെ അവസാന പഴയ നിയമത്തിലെ ലാസ്റ്റ് ബുക്കായിട്ടാണ് വരുന്നത് മലാഖി. അപ്പം 4:8. സോറി, 4:5. കർത്താവിന്റെ മഹത്വം ഭീതിജനകമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയാവെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അപ്പൊ അതാണ് ആ റെഫറൻസ് എഴുതിയെടുക്കുക. മലാഖി 4:5. മലാഖി 4:5 പഴയ നിയമ പ്രവചനം അവസാനിക്കുമ്പോ മലാഖി പറഞ്ഞു, കർത്താവിന്റെ വലുതും ഭയാനകവുമായ ദിവസത്തിന് മുമ്പ് ഞാൻ എന്തിനെ അയക്കും? ഏലിയായെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അപ്പൊ മലാഖി എഴുതുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് മരണം കൂടാതെ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ട ആളാണ് ആര്? ഏലിയ. പക്ഷെ പ്രവചനം കിടക്കുകയാണ് ഏലിയായെ വീണ്ടും അയക്കും. ഇതിന് പോസിബിലിറ്റി ഉണ്ട്, കാരണം ഏലിയ മരിച്ചിട്ടില്ല. ഏലിയായെ അഗ്നിരഥങ്ങളിൽ ആകാശത്തിലേക്ക് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോസിബിലിറ്റിയാണ് യോഹന്നാന്റെ അടുക്കൽ വന്ന് തിരക്കുന്നത്. ഈ ഒരു സാധ്യതയാണ് യോഹന്നാന്റെ അടുക്കൽ വന്ന് തിരക്കുന്നത്. ആദ്യത്തെ സാധ്യത പ്രവചനത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, മശിഹ വരുമെന്ന്. അതാണോ നീ? അല്ല. രണ്ടാമത് ഞങ്ങൾക്കുള്ള പ്രവചനത്തിന്റെ അറിവാണ് മലാഖി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഏലിയായാണോ നീ? കാരണം യഹോവയുടെ വലിയ ദിനത്തിന് മുമ്പേ അവിടുന്ന് ഒരുക്കത്തിനായി ഏലിയായെ അയക്കും എന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പം നീ ഏലിയായാണോ? ഇനി ഈ അടുത്ത കോട്ടിംഗ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നീ ക്രിസ്തു അല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ഉടനെ ചോദിക്കുകയാണ്, എങ്കിൽ പറ. 20-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എങ്കിൽ പിന്നെ പറ, നീ ആരാണ്? ഏലിയായോ? അല്ല എന്നവൻ പ്രതിവേദിച്ചു. അവർ ചോദ്യം വിടുന്നില്ല. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്നവൻ മറുപടി പറഞ്ഞു.
അപ്പം 1, 2, 3, 4 ചോദ്യങ്ങളാണ്. നീ ആരാണെന്നുള്ള ചോദ്യം, സാക്ഷ്യം പറയുകയാണ് ഞാൻ ക്രിസ്തു അല്ല. രണ്ടാമത് ചോദിക്കുകയാണ് നീ ഏലിയായാണോ? അവൻ പറഞ്ഞു ഞാൻ ഏലിയ അല്ല. മൂന്നാമത് ചോദിക്കുകയാണ് നീ പ്രവാചകനാണോ? അവൻ പ്രതിവേദിച്ചു വീണ്ടും പറഞ്ഞു ഞാൻ പ്രവാചകനുമല്ല. അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ മറുപടി കൊടുക്കണം. അപ്പൊ ഈ വന്നവർക്ക് ഈ ഒരു യഹൂദ കോണ്ടെക്സ്റ്റ് വ്യക്തമായിട്ട് അറിയാം. വന്നവരാരാണ്? പുരോഹിതന്മാരും ലേവ്യന്മാരുമാണ്. നമുക്കറിയാം ഫരിസേയർ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരുന്നത് ആത്മീയ കാര്യങ്ങളാണെങ്കിൽ ലേവ്യർ പ്രധാനമായി ശ്രദ്ധിച്ചിരുന്നത് ഈ ദൈവത്തിൻ്റെതെന്ന പേരിലുണ്ടാകുന്ന മറ്റു മൂവ്മെന്റുകളെ അടിച്ചമർത്തുകയും അതിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സെക്റ്റുകളായിരുന്നു. നമുക്കറിയാം ഈ ലേവി ഗ്രൂപ്പ് തന്നെ 21 പേരടങ്ങുന്ന ഒരു സംഘം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. ആ മൂവ്മെന്റുകളെ എല്ലാം ചോദ്യം ചെയ്യുകയും അടിച്ചൊതുക്കുകയും അമർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ സംഘം തന്നെയാണ്, ആ 21 പേരുടെ ആ ഒരു സംഘം തന്നെയാണ് ഇപ്പം ആരുടെ അടുക്ക വരുന്നത്? യോഹന്നാന്റെ അടുക്കല് വന്ന് ചോദിക്കുന്നത്. കാരണം ഇതൊരു സാധാരണ ഒരു കേവലം ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതിന്. അതായത് ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ഈ ലേവിയ ഗ്രൂപ്പ് 21 പേരടങ്ങുന്ന സംഘം ദേവാലയത്തിൽ ഒത്തുകൂടുകയും ആത്മീയമായ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം മൂവ്മെന്റുകളെല്ലാം വളരെ ക്രിട്ടിസൈസ് ചെയ്യുകയും അടിച്ചമർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘം അവിടെ നിലവിലുണ്ട്. ആ സംഘത്തിന്റെ പ്രതിനിധികളാണ് ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ചോദ്യം, ആദ്യത്തെ ചോദ്യം നീ ആരാണ്? ക്രിസ്തുവോ? രണ്ടാമത്തെ ചോദ്യം നീ ഏലിയായോ? ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്ന കേട്ടോ. മൂന്നാമത്തെ ചോദ്യം പ്രവാചകനാണോ? 21-ാമത്തെ വാക്യം, എങ്കിൽ നീ പ്രവാചകനോ? അല്ല എന്ന് അവൻ മറുപടി പറഞ്ഞു. അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത്? നിന്നെ കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അപ്പൊ ഇനി യോഹന്നാൻ പറയാണ് താൻ ആരാണെന്ന്. സ്പോട്ട്ലൈറ്റ് ചെയ്തവനെ അത് ഇനി യോഹന്നാൻ പറയാണ് താൻ ആരാണ് എന്ന്. അപ്പൊ ആ യോഹന്നാൻ ആരാണ് എന്ന് പറയുന്ന ആ കോട്ടും കൂടെ നമുക്ക് എടുക്കാം. അപ്പൊ മലാക്കിയിൽ 4:5 പറയുന്ന വ്യക്തി അല്ല നീ. അങ്ങനെയെങ്കിൽ നീ ആരാണ്? 23-ാമത്തെ വചനം, അവൻ പറഞ്ഞു യെശയ്യാ ദീർഘദർശി. അപ്പം നേരെ പോകുന്നത് യെശയ്യാ ദീർഘദർശിയിലേക്കാണ്. യെശയ്യാ 40:3 ഐസയ 43 എടുക്കാം. ഡോക്ടർ വായിച്ചോളൂല്ലോ അല്ലേ? മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവേൻ, വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവേൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. ഓക്കെ, അപ്പം കോട്ടുകൾ എടുക്കുകയാണ്. മീഖായുടെ പ്രവചനത്തിൽ പറഞ്ഞതാണോ നീ? അല്ല. യെശയ്യാവ് പറഞ്ഞതാണോ നീ? അല്ല. പ്രവാചകന്മാരിൽ ഒരാളാണോ നീ? അല്ല. കാരണം മോശേക്കാ വലിയൊരു പ്രവാചകനെ അയക്കും എന്ന് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ആ പ്രൊഫസിയുടെ ഫുൾഫിൽമെന്റ് ആണോ നീ? അല്ല. അപ്പൊ പിന്നെ നീ ആരാണ്? ഹു ആർ യു? Again, this is the fifth times അല്ലെ? 5ാം പ്രാവശ്യമാണ് the same question we are asking there. അവിടെ ചോദിക്കുകയാണ് നിന്നെ കുറിച്ച് നീ എന്താണ് പറയുന്നത്? അപ്പൊ ജോൺ ഇൻട്രൊഡ്യൂസിങ് ഹിംസെൽഫ്. എന്താണ് യോഹന്നാൻ പറയുന്നത്? ഇത് യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴിയെ നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. കർത്താവിന്റെ വഴിയെ നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. ഞാൻ ഒരു ഫോണാണ്. ജീസസ് വാസ് ലോഗോസ് ആൻഡ് ജോൺ വാസ് എ ഫോൺ. ഫോണിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ശബ്ദമാണ് അല്ലെ? ഫോണിൽ നമ്മൾ കേൾക്കുന്നത് ശബ്ദമാണ്. അപ്പം യോഹന്നാൻ പറയാണ് ഞാൻ എന്താണ്? ഞാനൊരു ഫോണാണ്, ഞാൻ ശബ്ദമാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ആ റെഫറൻസ് നിങ്ങൾ എഴുതി കാണുമല്ലോ അല്ലെ? യെശയ്യാ പ്രവചനം 43-ാമത്തെ വാക്യമാണ്. യഹോശുവ വചനമായിരുന്നപ്പം സ്നാപക യോഹന്നാൻ ഒരു ശബ്ദമായിരുന്നു. അങ്ങനെ തന്നെ എഴുതുക. യേശു വചനമായിരുന്നപ്പം
യോഹന്നാൻ ഒരു ശബ്ദമായിരുന്നു. ഓക്കെ, നീ ആരാണ്? അപ്പം ഇപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. ആ ക്വസ്റ്റ്യൻ ഇതാ മൂന്നാമത് വരികയാണ്. പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴിയെ നിരപ്പാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദമാണ് ഞാൻ. അപ്പൊ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വരുന്നത്. അപ്പൊ ഈ അധ്യായം മുഴുവൻ ചോദ്യങ്ങളാണ്. ഈ പാരഗ്രാഫ് മുഴുവൻ ചോദ്യങ്ങളാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. അപ്പൊ ഇതാ 24-ാമത്തെ വാക്യം. ഫരിസേയരാണ് അവരെ അയച്ചത്. ആരെ? പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചത്. ജെറുസലേമിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാണ്. യഹൂദർ ജെറുസലേമിൽ നിന്ന് വന്നു എന്ന യഹൂദന്മാരുടെ ഇടയിലുള്ളവർ തന്നെയാണ് ഈ ഫരിസേയരും പുരോഹിതരും ലേവ്യരും. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസന്റ് മൂവുകളെയൊക്കെ അടിച്ചമർത്തുന്ന ആൾക്കാരാണ് ആര്? ലേവ്യര്. എന്നാൽ സ്പിരിച്വൽ റീസണിങ്, സ്പിരിച്വൽ ക്വസ്റ്റ്യൻസിനെ കൂടുതൽ ചോദിക്കുന്ന ആരാണ്? ഫരിസേയരാണ്. ഫരിസേയർ ഒരു വിഷയം ബ്രിങ് ഔട്ട് ചെയ്യുകയാണ്. ദിസ് ഈസ് ദ മേജർ ക്വസ്റ്റ്യൻ ജോൺ വാസ് ഫേസിങ് ദോസ് ഡേയ്സ്. എന്തായിരുന്നു ആ ചോദ്യം? ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയാവോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണം എന്താണ്? ഓക്കെ, നീ ക്രിസ്തുവോ? എത്രാമത്തെ വാക്യം? 26-ാമത്തെ വാക്യമാണ്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ? ഫരിസേയരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവർ ചോദിക്കുകയാണ്, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണം എന്താണ്? കാരണം ഇതിനൊരു ജൂയിഷ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് നമുക്ക് പറയാം. അത് ഞാനിത് വായിക്കാം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സാക്ഷ്യം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഓ മൈ ഗാഡ്. എന്റെ പിന്നാലെ വരുന്ന അവന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് യോർദാന്റെ അക്കരെ ബഥാനിയിലാണ് ഇത് സംഭവിച്ചത്. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന യോർദാന്റെ അക്കരെ ബഥാനിയിലാണ് ഇത് സംഭവിച്ചത്. അപ്പം ഈ സംഭവിച്ച കാര്യങ്ങൾ യോഹന്നാൻ എന്ന സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ്. ഈ സംഭവം നടക്കുന്നത് ബഥാനിയിലാണ്. അപ്പം ഈ മേളത്തെ 4 ചോദ്യങ്ങൾ അത്ര കണ്ട് റിലീജിയസ് അല്ല. പിന്നെയോ കുറച്ച് പൊളിറ്റിക്കലാണ്, കുറച്ച് അങ്ങനെയുള്ളതാണെങ്കിൽ ഇവിടെ ഇതാ പക്കാ റിലീജിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആരാണ്? ഫരിസേയർ ചോദിക്കുകയാണ്. 24-ാമത്തെ വാക്യം. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ നീ സ്നാനം നൽകാൻ കാരണം എന്താണ്? നമുക്കറിയാം, ഇവിടെ നിന്നാണ് നമ്മൾ ഈ വിഷയം പഠിച്ചു തുടങ്ങണം. ഇതിനുവേണ്ടി മാത്രമല്ല ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബേസ് ഇവിടെ നിന്നാണ് ശരിക്കും നമുക്ക് ഉണ്ടാകേണ്ടത്. യോഹന്നാൻ നൽകിയിരുന്ന സ്നാനം, അതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. യോഹന്നാൻ നൽകിയിരുന്ന സ്നാനം എന്ന് പറയുന്നത് ക്രൈസ്തവ സ്നാനമല്ല. നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന മാമോദീസ അല്ല യോഹന്നാൻ നൽകിയ സ്നാനം എന്ന് പറയുന്നത്. അപ്പം ഈ ഫരിസേയരുടെ ചോദ്യം പ്രസക്തമാകുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് സ്നാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഹെലനിസ്റ്റിക് ജ്യൂസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരു മത നേതാവും ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്നാനം നൽകിയിരുന്നില്ല. ഒരു മത നേതാവും യഹൂദ ബാക്ക്ഡ്രോപ്പിൽ ഇങ്ങനെ ആൾക്കാർക്ക് സ്നാനം നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്ന സ്നാന പ്രക്രിയ ഫരിസേയന്മാർക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയത്. കാരണം ഇങ്ങനെ സ്നാനം കൊടുക്കുന്ന ഒരു രീതി അവരുടെ ഇടയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ സ്നാനം എന്ന ഈ വിഷയത്തെ ഇവിടെ പ്രധാനമായിട്ട് ചോദിക്കാനായിട്ടുള്ള ഒരു പ്രധാന ബാക്ക്ഡ്രോപ്പും കൂടെ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം യഹൂദ ഇതര വിശ്വാസികൾ, അതായത് യഹൂദ മതത്തിലേക്ക് ആരെങ്കിലും വരുന്നുവെങ്കിൽ അങ്ങനെ മതത്തിലേക്ക് വരുന്നവർക്ക് സ്നാനം നൽകുന്ന രീതി അവിടെ ഉണ്ട്.
പക്ഷെ ആ രീതി അനുസരിച്ച് ആ സ്നാനം നടത്തുന്നത്, അല്ലെങ്കിൽ ആ സ്നാപകൻ എന്ന് പറയുന്നത്, സ്ഥാനാർത്ഥിയും സ്നാപകനും ഉണ്ടല്ലേ. അപ്പൊ സ്നാപകൻ എന്ന് പറയുന്നത് ആ ഒരു റിലീജിയസ് ലീഡർ ആയിരിക്കും. അതല്ലാതെ പുരോഹിതനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഒരു ദൈവിക കാര്യപരിപാടിയാണ് ഈ സ്നാനം നൽകുക എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങോട്ട് ഓടി വന്ന് ഒരാള് വരുന്നവർക്കെല്ലാം സ്നാനം കൊടുക്കുന്ന രീതിയില്ല. അപ്പൊ ഇവിടെയാണ് യേശു ഇതേ ചോദ്യം ഇത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് എന്ന് ചോദിക്കുന്ന, യോഹന്നാന് സ്നാനം കൊടുക്കാനുള്ള അതോറിറ്റി എവിടെ നിന്ന് എന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നത്. ഞാൻ വേണമെങ്കിൽ ആ വാക്യം കൂടെ ഒന്ന് എടുക്കാം, കാരണം അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ഇടവരും. കർത്താവ് ഈ പരീക്ഷയുടെ ചോദ്യത്തിന് അവരെ ഉത്തരം മുട്ടിക്കുവാനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? ഓക്കെ, മത്തായി സുവിശേഷം 21 അധ്യായത്തിന്റെ 25 വാക്യം, 21:25. മാത്യു 21:25. യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവർ ചോദിക്കും. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു, എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു. അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു. അപ്പൊ ഇവിടെയാണ് ആ റെലവൻസി ഓഫ് ബാപ്റ്റിസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട് വരുന്നത്. നോക്കൂ, അപ്പം ഫരിസേയർ അംഗീകരിച്ചിരുന്ന ഒരു സ്നാനമുണ്ട്. അത് ഏത് സ്നാനമാ? ആ സ്നാനം എന്ന് പറയുന്നത് വിജാതീയർ യഹൂദമതം സ്വീകരിക്കുമ്പോൾ അവർക്ക് നൽകിയിരുന്ന സ്നാനമാണ്. ആ സമ്പ്രദായം ഫരിസേയർ അംഗീകരിച്ചിരുന്നു. എന്നാൽ യോഹന്നാൻ നൽകുന്ന സ്നാനത്തിന്റെ സാങ്കത്യം അവർക്ക് മനസ്സിലായില്ല. മതത്തിന്റെ മേലധ്യക്ഷനായ പുരോഹിതൻ ആ മതത്തിലേക്ക് വരുന്നവരെ, ഇപ്പം വിജാതീയർ യഹൂദമതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്നാനം കൊടുക്കുന്നുണ്ട്. അത് മതത്തിന്റെ മേലധ്യക്ഷന്മാരാണ് അല്ലെങ്കിൽ പുരോഹിതന്മാരാണ് ചെയ്യുന്നത്. അത് ഫരിസേയർ അംഗീകരിച്ചിരുന്നു. പക്ഷെ യോഹന്നാൻ ഇവിടെ പറയുന്നു താൻ പ്രവാചകനല്ല. യോഹന്നാൻ ഇവിടെ പറയുന്നു ഞാൻ മശിഹയല്ല. യോഹന്നാൻ ഇവിടെ പറയുന്നു ഞാൻ ഏലിയായും അല്ല. ശരിക്കും യോഹന്നാൻ തന്നെയാണ് ഏലിയ, അതാണ് സത്യാവസ്ഥ. പക്ഷെ എന്തുകൊണ്ടോ യോഹന്നാൻ അത് ഡിനൈ ചെയ്യുകയാണ്, താൻ ഏലിയ അല്ലെന്ന് തന്നെ പറയുകയാണ്. എന്നാൽ അതേ സുവിശേഷത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്, വരുവാനുള്ള ഏലിയ അവൻ തന്നെയാണ്, അല്ലെ? അതിവിടെ വേണമെങ്കിൽ വായിച്ചു നമ്മള്. മത്തായി സുവിശേഷം 11 അധ്യായം 11 മുതൽ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകൾ 11:14 മാത്യു ചാപ്റ്റർ 11:14. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. അപ്പം ഈശോ തന്നെ വ്യക്തമായിട്ട് പറയുകയാണ് ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. ഇതാരെ കുറിച്ചാ പറയുന്നത്? യോഹന്നാനെ കുറിച്ചാ പറയുന്നത്. കാരണം മത്തായി സുവിശേഷം 11 അധ്യായത്തില് യോഹന്നാനെ കുറിച്ച് ഈശോ നടത്തുന്ന വലിയൊരു പ്രഭാഷണം തന്നെയാണ്. യോഹന്നാനെ പറ്റി ഈശോ പറയുന്നു, കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ ദിവസത്തിന് മുമ്പേ ദൈവം ഏലിയാവിനെ വീണ്ടും അയക്കുമെന്ന് മലാക്കി 4:5 പ്രവചിച്ചു പറഞ്ഞ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ആര്? യോഹന്നാൻ. ആ യോഹന്നാൻ തന്നെയാണ് ഏലിയ. എവിടെ? മത്തായി സുവിശേഷം 11:14 കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരാനുള്ള ഏലിയാവ് അവൻ തന്നെ. ഒന്നുകൂടെ വായിച്ചു വേണമെങ്കിൽ ആ വാക്യം, 14 വാക്യം. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. പക്ഷെ ഇപ്പൊ ഇതാ യേശു പറയുന്നു ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ എന്ന്. എന്നാൽ ഏലിയ വന്നിട്ട് പറയുന്നു ഞാനല്ല ഏലിയ എന്ന്. നിങ്ങൾ അതിനെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ എടുക്കണം കേട്ടോ, അല്ലാതെ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. പഠന താല്പര്യത്തോടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യോഹന്നാൻ പറയുന്നു, യോഹന്നാനോട് ചോദിക്കുന്ന നീ ഏലിയായാണോ? യോഹന്നാൻ പറഞ്ഞ ഏലിയ അല്ല. ഏലിയായി അയക്കുമെന്ന് വചനത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. എവിടെയാ? മലാക്കി 4:5 നമ്മൾ ആ വാക്യം വായിച്ചതാണ്. അപ്പൊ ഈശോ പറയുന്നു കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാളുകൾക്ക് മുമ്പേ ഞാൻ ഏലിയായി അയക്കുമെന്ന് പറഞ്ഞ ആ ഏലിയായാണ് ഇവൻ, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ പരിഗ്രഹിച്ചു. അപ്പൊ എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇവിടെ വരുന്ന ആ ഒരു
വ്യത്യസ്തത എന്താണ്? ഈശോ പറയുന്നത് അതിന്റെ സ്പിരിച്വൽ മീനിങ് ആണ്, അവർ ചോദിക്കുന്നത് അതിന്റെ ലിറ്ററൽ മീനിങ് ആണ്. ലിറ്ററൽ മീനിങ് പ്രകാരം, ആ വേഴ്സ് പ്രകാരം, John was not Elijah, but spiritually John was with the same spirit of Elijah. ഏലിയായുടെ ആത്മാവോട് കൂടെ തന്നെ വന്ന ആളായിരുന്നു ആര്? സെയിം സ്പിരിറ്റ് ആയിരുന്നു. രണ്ടുപേരും രാജാക്കന്മാർക്കെതിരെ സംസാരിച്ചു, രണ്ടുപേരും ന്യായവിധിയെ പ്രവചിച്ചു, രണ്ടുപേരും ഇസ്രായേലിന്റെ നാശം വരുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവചിച്ചു. ഏലിയായി അതായിരുന്നു. രണ്ടുപേരെയും പീഡിപ്പിച്ചു. ആര്? ചക്രവർത്തിമാർ പീഡിപ്പിച്ചു. രണ്ടുപേരെയും നിഷ്കാസനം വെട്ടിനുറുക്കുവാനായിട്ട് തന്ത്രങ്ങൾ ഒരുക്കി. അപ്പം ഈ സെയിം തിങ് ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്? ഏലിയായിക്ക് സംഭവിച്ചിട്ടുണ്ട്, യോഹന്നാൻ സ്നാപകനും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയാണ്, ഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഗ്രഹിച്ചോ, ഇവനാണ് വരുവാനുള്ള ഏലിയ. എന്നാൽ ലിറ്ററലി ആ ഏലിയയാണോ ഇത്? അവിടെ എന്താർത്ഥം എടുക്കേണ്ടത്? സ്പിരിച്വൽ മീനിങ് ആണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ലിറ്ററൽ ക്വസ്റ്റ്യന് മുമ്പിൽ ജോൺ ഡിനൈ ചെയ്യുന്നു, ബട്ട് സ്പിരിച്വൽ മീനിങ്ങിന് മുമ്പിൽ ജീസസ് അക്സെപ്റ്റ് ചെയ്യുന്നു. യു ഗോട്ട് ഇറ്റ് റൈറ്റ്? ഓക്കെ, അതാണ് ആ ഡിഫറൻസ് ഞാൻ പറയാം. ഇനി നമ്മൾ ഈ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഫരിസേയരുടെ ചോദ്യം ഇതാണ്. അപ്പൊ ഫരിസേയരുടെ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, അവരുടെ വിഷയം ഏലിയായാണോ എന്നുള്ളതല്ല, അവരുടെ വിഷയം പ്രവാചകന്മാരാണോ എന്നുള്ളതിലുപരിയായിട്ട് അവരുടെ വിഷയം ഓൺ വാട്ട് അതോറിറ്റി, ഓൺ വാട്ട് ബേസിസ്, ഓൺ വാട്ട് ക്രൈറ്റീരിയ യു ആർ ഗിവിംഗ് ബാപ്റ്റിസം. അതാണ് അവരുടെ ചോദ്യം. നീ ഏത് അധികാരത്തിലാണ് സ്നാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? ഞാൻ ആ ചോദ്യം പിന്നെയും ചോദിക്കുകയാണ്. 24 ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ നീ സ്നാനം നൽകാൻ കാരണം എന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. ഞാൻ ശബ്ദമാണ്. ശബ്ദത്തിന് പുറകിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. അവൻ നേരത്തെ ഉണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ. അത് ഇനി അതിന്റെ അർത്ഥത്തിലേക്ക് വരണം. അതായത് യോഹന്നാൻ ഈ വിശദീകരണം ശരിക്കും ആരംഭിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ മേളിൽ തൊട്ടുള്ള വിശദീകരണമാണ്. അവൻ എനിക്ക് മുമ്പേ ഉള്ളവൻ, വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നത്. എന്നാൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഓക്കെ, എന്നിട്ടാണ് താഴെ വരുമ്പോൾ നമ്മൾ കാണുന്നത്, സാക്ഷി നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ 15-ാം വാക്യം, യോഹന്നാൻ 1:15. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ട്രൂ ലൈറ്റിനെ, ആ യഥാർത്ഥ വെളിച്ചത്തെ യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ എന്ന അർത്ഥത്തിൽ. രണ്ടാമത് യോഹന്നാൻ അത് വിശദീകരണം നൽകുന്നത്, എന്റെ പിന്നാലെ 26-ാമത്തെ വാക്യം, യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയിലുണ്ട്, നിൽപ്പുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ആ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ ആ ഒരുവൻ ആരാണ്? ആ ഒരുവനാണ് ലോഗോസ്. ആ ഒരുവനാണ് വചനം ജഡമായി തീർന്നവൻ. ആ ഒരുവനാണ് നമ്മളെ കണ്ടിട്ടില്ലാത്തവൻ. അതാണ് യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ ഈ സാക്ഷി നൽകിയത് യോർദാന്റെ കരയിലാണ്. അപ്പം ഈ ഒരു ജൂയിഷ് കോണ്ടെക്സ്റ്റ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ലുക്ക് അറ്റ് ദ ജൂയിഷ് കോണ്ടെക്സ്റ്റ്. Those days the baptism was giving baptism, the authority of the baptism was depend only on the religious leader of that particular sect. That may be Jewish priest, high priest only can perform this act. Now everybody is seeing in front of their eyes that John the Baptist was giving baptism, and these questions were asked there.
Why John is giving baptism? If you are not Elijah, you are denying that you are not Elijah, you are not prophet, or you are not even Jesus. At the same time, you are showing or you are proving you have authority. നീ പറയുന്നു നീ നീ ഏലിയ അല്ല, പ്രവാചകനല്ല, മശിഹ അല്ല. അപ്പോ തന്നെ അധികാരത്തോടു കൂടെ നീ സ്നാനം കൊടുക്കുന്നു. ഇതാണ് ആ ചോദ്യം. ഇത് വിശദീകരണം നടത്തുമ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പിന്നെ നീ സ്നാനം കൊടുക്കുന്നത്? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആരാ ചോദിക്കുന്നത്? സോസമ്മ ഫിലിപ്പ് അല്ലെ? സോസമ്മ ഫിലിപ്പ് ഒരു ചോദ്യം ചോദിക്കുന്നു, പ്ലീസ് എക്സ്പ്ലെയിൻ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആൻഡ് എലൈജ ദ പ്രോഫറ്റ്. അതാ ഞാൻ പറഞ്ഞത്, ഇവർ രണ്ടുപേരും വന്നത് ഒരു റെലവന്റ് ടൈമിലായിരുന്നു. ഇപ്പം എലൈജയുടെ പ്രവചനത്തിന്റെ ഏലിയാവിന്റെ പ്രവചനത്തിന്റെ കാലഘട്ടത്തിലും ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയിരുന്നു. യോഹന്നാൻ സ്നാപകൻ വരുന്ന സമയത്തും ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയിരുന്നു. യോഹന്നാന് എതിര് നിന്നത് റിലീജിയസ് സെക്റ്റിലുപരിയായിട്ട് പൊളിറ്റിക്കൽ പവർ ആയിരുന്നു, രാഷ്ട്രശക്തിയായിരുന്നു യോഹന്നാനെതിരെ. അത് തന്നെയായിരുന്നു നമുക്കറിയാം ഏലിയായ്ക്കും എതിര് നിന്നത് അന്നത്തെ രാജാവും രാജാവിന്റെ ഭാര്യയും എലിസബത്തും അങ്ങനെയൊക്കെയുള്ള ഇസബേലും അങ്ങനെയൊക്കെയുള്ള ശക്തികളായിരുന്നു അന്നും ഇവർക്കെതിരെ നിന്നിരുന്നത്. അപ്പം മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ യോഹന്നാന്റെ ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു എലൈജയുടെ ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു യോഹന്നാൻ. രണ്ടുപേരും കാലഘട്ടത്തിൽ നിഷീധമായി അന്നത്തെ പൊളിറ്റിക്കൽ സനാരിയെ നിഷീധമായി അവർ വിമർശിച്ചിരുന്നു. രണ്ടുപേർക്കും അതുകൊണ്ട് ഒരുപാട് സഹിക്കേണ്ടിയും വന്നിരുന്നു. ഒരാൾക്ക് തലപോയി, മറ്റൊരാൾക്ക് വളരെ നാളുകളിൽ വളരെ പീഡയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒറ്റപ്പെട്ടു, നാട് കടത്തപ്പെട്ടു, വലിയ പീഡയിലൂടെയും വ്യഥയിലൂടെയും കടന്നു പോകേണ്ടി വന്നു. അപ്പം കമ്പാരിസൺ നോക്കുമ്പം ഒരുപാട് കമ്പാരിസൺ ജോണും എലൈജയും തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ഈസിലി ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നത്. സ്പിരിച്വലി ഹി വാസ് ദ എലൈജ, ബട്ട് ഫിസിക്കലി ഓർ ലിറ്ററലി ഹി വാസ് നോട്ട് ദ എലൈജ, ഹി വാസ് എ വോയിസ്. ഞാൻ ഒരു ശബ്ദമാണ്. യോഹന്നാൻ അതാണ് തന്നെ പരിചയപ്പെടുത്തി പറയുന്നത്, ഐ എം ജസ്റ്റ് എ വോയിസ്, ഞാൻ ഒരു ഫോണാണ്. അപ്പൊ ചില ഗ്രീക്ക് വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആശയം മനസ്സിലാവും. അപ്പം ഈ യഹൂദന് ഫരിസേയർക്ക് പരിചയമുണ്ട് യഹൂദ ബാക്ക്ഡ്രോപ്പിൽ സ്നാനം കൊടുക്കുന്ന രീതി. പക്ഷെ ആ സ്നാനം കൊടുക്കുന്നവർക്കെല്ലാം ഒരധികാരം ഉണ്ടാവും. അപ്പൊ ഈ യോഹന്നാൻ ഈ സ്നാനം കൊടുക്കുന്നതിന്റെ അധികാരം ദൈവത്തിൽ നിന്നായിരുന്നു. പക്ഷെ ദൈവത്തിൽ നിന്ന് അധികാരത്തോടെയാണ് യോഹന്നാൻ ഈ സ്നാനം കൊടുത്തിരുന്നതെന്നത് അവർ മനസ്സിലാക്കിയിരുന്നില്ല. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ഇവിടെ ഇനി നമ്മൾ ഈ വാക്യത്തിലേക്ക് വരുമ്പം കർത്താവ് 27-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഇതിന്റെ ആ ഒരു ജൂയിഷ് കോണ്ടെക്സ്റ്റും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് യഹൂദ വിദ്യാർത്ഥി ഗുരുവിന് എന്ത് സേവനവും ചെയ്തു കൊടുക്കും. നമുക്കറിയാം ഇന്നത്തെ പോലത്തെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലായിരുന്നു, ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരുന്നു. ഗുരുവിന്റെ കാൽക്കൽ ഇരുന്ന് പഠിക്കുന്ന ആ രീതിയായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പം കാൽക്കൽ ഇരുന്ന് പഠിക്കുന്ന ഗുരുവിന് ഏത് സേവനവും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ശിഷ്യൻ ചെയ്തു കൊടുക്കും. എന്ത് സേവനവും ചെയ്തു കൊടുക്കും. ആഹാരം കൊടുക്കണോ, വസ്ത്രം കൊടുക്കണോ, എന്ത് സേവനം ചെയ്തു കൊടുക്കും. പക്ഷെ ഒരിക്കലും ഒരു ഗുരുവിന്റെ കാലിന്റെ ചെരുപ്പിന്റെ ഈ വള്ളികള് അഴിക്കുക. നമുക്കറിയാം അവരന്ന് ഉപയോഗിച്ചിട്ടിരുന്നത് ഇപ്പൊ നമ്മള് ഇടുന്ന പോലത്തെ റബ്ബർ ചെരുപ്പുകളൊന്നും അല്ലായിരുന്നു, ഈ ലെതർ ആയിരുന്നു അവരുടെ ചെരുപ്പുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെരുപ്പിന് ഒരുപാട് വള്ളികൾ ഉണ്ടായിരുന്നു, വളരെ നേർത്ത ഒരുപാട് വള്ളികൾ ഉണ്ടായിരുന്നു. ആ വള്ളികൾ ഇങ്ങനെ ഈ ആ സ്ഥലങ്ങളെല്ലാം ഈ മൊട്ടക്കുന്നുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ കാലിനോട് ചെരുപ്പ് കെട്ടിവെക്കുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. വിരലുകൾക്കിടയിൽ ഇപ്പൊ നമ്മള് സ്ലിപ്പർ ഇടുന്ന പോലെ ഒക്കെയുള്ള രീതി അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ലെതർ ചെരുപ്പ് ഈ കാലിന്റെ കണ്ണയിൽ നിന്ന് മേളിലേക്ക് ആ മുട്ടിന് താഴെ വരെ പൊങ്ങി വരുന്ന, ഇപ്പൊ മഞ്ഞനാട്ടിലൊക്കെ ജീവിക്കുന്നവരിടുന്ന പോലത്തെ ഒരു ചെരുപ്പായി ഇടുന്നത്. അപ്പം എളുപ്പമല്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഈ ജോഗിങ് ഒക്കെ പോകുമ്പോൾ ഷൂസ് ഇടുമ്പോൾ തന്നെ ആ ഷൂസിന്റെ വള്ളി എത്ര നീണ്ടതാണ്.
അതിപ്പം എത്രയോ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിലാണ് നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് ഈ ചെരുപ്പിന്റെ വാറഴിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഉദാഹരണമായിട്ട് ഈ സഭാപിതാക്കന്മാര് അവരുടെ രേഖയിൽ എഴുതിയിരിക്കുന്നത്, ഒരു ഗുരുവിന് എല്ലാ കാര്യവും ഒരു ശിഷ്യൻ ചെയ്തു കൊടുക്കും, എന്നാൽ ഒരു ശിഷ്യനും ഒരിക്കലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആ ഗുരുവിന്റെ കൂടെയുള്ള ദാസൻ മാത്രം ചെയ്യുന്ന, ദാസരിലും ഏറ്റവും അധമൻ മാത്രം ചെയ്യുന്ന ക്രിയയാണ് യജമാനന്റെ ചെരുപ്പിന്റെ വാറടിക്കുക എന്ന് പറയുന്ന ജോലി. എന്ന് പറഞ്ഞാൽ ഈ കാലിന്റെ വിയർപ്പും അതിന്റെ ദുർഗന്ധവും മുഴുവൻ നിറഞ്ഞ് നടന്ന് ദീർഘദൂരം, ഇന്നത്തെ പോലത്തെ നല്ല റോഡുകളല്ല, പൊടിപടലങ്ങളാൽ നിറഞ്ഞ് ദുസ്സഹമായ മണമുള്ള ആ കാലിന്റെ അടുക്കിലേക്ക് ചെന്ന് ഈ ചെരുപ്പിന്റെ വാറഴിക്കുക എന്ന് പറയുന്നത് ദാസരിൽ ദാസരായ, നീചരിൽ നീചരായ, അല്ലെങ്കിൽ അധമരിൽ അധമരായവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ജോലിയായിരുന്നു ആ സമയത്ത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് അവരുടെ മനസ്സിലുള്ളപ്പോൾ തന്നെ അവരോട് പറയുകയാണ്, ഈശോയുടെ ശ്രേഷ്ഠതയും ആ ഈശോയുടെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ അപ്രസക്തനാണെന്നും ഞാൻ അയോഗ്യനാണെന്നും ഞാൻ ദാസരിൽ ദാസനെന്നും നീചരിൽ നീചനെന്നും താഴ്ച വന്നവരിൽ താഴ്ചയുള്ളവനെന്നും എന്ന ശൈലിയിലാണ് യോഹന്നാൻ ഈ ഒരു പദം കൊണ്ട് അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും, അത് ഗുരുവിന് എന്ത് സേവനവും ചെയ്തു കൊടുക്കും ഒരു വിദ്യാർത്ഥി. പക്ഷെ ഒരിക്കൽ പോലും ഒരു വിദ്യാർത്ഥി ഗുരുവിന്റെ കാലിലെ ചെരുപ്പിന്റെ വാറഴിച്ചു കൊടുക്കുകയില്ല. അത് എപ്പോഴും ദാസരുടെ ജോലിയാണ്. ദാസർ എന്നുള്ള ഉപരിയായിട്ട് അടിമകളുടെ ജോലിയാണ്. ആ ജോലി ചെയ്യുവാൻ യോഹന്നാൻ ഇവിടെ തയ്യാറാകുന്നതിലൂടെ യോഹന്നാൻ യേശുവിന്റെ മഹത്വത്തെ ദർശിച്ചിരിക്കുന്നു എന്ന വിശിഷ്ടമായ ചിത്രമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പം ഫ്രം ദി ഗ്രീക്ക് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഇൻ ടു ദി മൊസൈക് ജൂയിഷ് കോണ്ടെക്സ്റ്റ്, അതിലേക്ക് വരുമ്പോൾ യോഹന്നാനെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, ജോൺ വാസ് എ ഫോൺ. യോഹന്നാൻ ഒരു ശബ്ദമായിരുന്നു. 5 റെലവന്റ് ക്വസ്റ്റ്യനുകൾ അവർ ചോദിച്ചിരുന്നു. ഇനി യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്ന 3 സാക്ഷ്യങ്ങൾ, 5 ക്വസ്റ്റ്യനുകൾ, 3 സാക്ഷ്യങ്ങൾ, അതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുന്നത്. 3 പ്രധാന ചോദ്യം, യേശുവിനെ കുറിച്ച് നടത്തുന്ന 3 പ്രധാന സാക്ഷ്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതായത് ഈ ഒരു കോണ്ടെക്സ്റ്റ് 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ ഈ വാക്യത്തിൽ കണ്ടത്, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. 26-ാമത്തെ വാക്യം പെട്ടെന്ന് എഴുതിക്കോ. നിങ്ങൾ യോഹന്നാൻ യേശുവിനെ കുറിച്ച് നടത്തുന്ന 3 സാക്ഷ്യങ്ങളാണ്. ഒന്നാമത്തേത്, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ഇതേ വാക്യത്തിൽ തന്നെ പറയുകയാണ്, എഴുതിയോ? നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. രണ്ടാമത്തേതാണ്, അദ്ദേഹം എന്റെ പിന്നാലെ വരുന്നുണ്ട്. 27-ാം വാക്യം. 27-ാമത്തെ വാക്യം, അദ്ദേഹം എന്റെ പിന്നാലെ വരുന്നുണ്ട്. മൂന്നാമത്തെ പ്രസിദ്ധമായ വെളിപാട്, അവിടുത്തെ ചെരുപ്പിന്റെ വള്ളി അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഇത് 3മാണ് യേശുവിനെ കുറിച്ച് യോഹന്നാൻ ഇവിടെ നൽകുന്ന, ഈ പാരഗ്രാഫിൽ നൽകുന്ന സാക്ഷി. അതിനു മുമ്പേ സാക്ഷ്യങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. മൊത്തം ഈ ഒരു 24 വാക്യത്തിനകത്ത് യോഹന്നാൻ നൽകുന്ന സാക്ഷ്യം മാത്രം 6 എണ്ണമാണ്. അതിൽ 3 എണ്ണമായി ഈ ഖണ്ഡികയിൽ വരുന്നത്. 3 എണ്ണം മേളിലാണ് വരുന്നത്. ആ 3 എണ്ണം നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ ആവർത്തിക്കാം. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണ് അവൻ. രണ്ടാമത്തത്, അവൻ എന്നേക്കാൾ വലിയവനാണ്. വേണമെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതിക്കും. അപ്പൊ നമ്മൾ ഈ പാരഗ്രാഫിലെ ആദ്യം എഴുതുക, എന്നിട്ട് മേളത്തെ 15-ാം വാക്യം മുതലുള്ള യോഹന്നാൻ അവനെ സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് പറഞ്ഞിരിക്കുക, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. എന്നേക്കാൾ വലിയവനാണ്, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. മൂന്നാമത്തേതാണ്, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഈ പാരഗ്രാഫിലുള്ള യോഹന്നാന്റെ 3 സാക്ഷ്യമാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ അറിയാത്ത ഒരുവൻ നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നു. അദ്ദേഹം എന്റെ പിന്നാലെ വരുന്നവനാണ്. 3, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യൻ അല്ല.
ഫരിസേയരാണ് ഈ ചോദ്യത്തിന് വേണ്ടി അയച്ചത്. കാരണം ഫരിസേയർക്ക് the Pharisees were very much disturbed only because of one single reason: John was giving baptism. There were no other reason. John was giving baptism. On what authority? അപ്പൊ അന്നേ അത് പ്രസക്തമാണ്. അധികാരമില്ലാതെ സ്നാനം കൊടുക്കാൻ പറ്റുകയില്ല. ഇൻവാലിഡ് ആണ് ഇന്ന് ആ ബാപ്റ്റിസം. ദിസ് ജോൺസ് ബാപ്റ്റിസം ഈസ് ഇൻവാലിഡ് ടു അസ്. നമ്മൾക്ക് ഇന്ന് അതിന് യാതൊരു പ്രസക്തിയും ഇല്ല. കാരണം വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ആണ്. വി ആർ ബാപ്റ്റൈസ്ഡ് ആൻഡ് ബറീഡ് വിത്ത് ക്രൈസ്റ്റ് ആണ്. അപ്പം ദാറ്റ് ബാപ്റ്റിസം ഇസ് നോട്ട് അറ്റ് ഓൾ റെലവെന്റ് ടു അസ്. ബട്ട് സ്റ്റിൽ the questions were asked by the Pharisees was, on what authority you are giving baptism? ഏത് അധികാരത്തിലാണ് നീ സ്നാനം നൽകുന്നത്? അപ്പം they were behind the curtain before. Now they are coming into the picture and they are asking the same question, that on what basis, on what criteria you are giving baptism for. So these are the major three religious sects. One sect was the priesthood, then the Leviticus, then the third group, Pharisee group. These all three groups were from the Hellenistic Jewish context. These are the things we need to know. ഈ യഹൂദരാണ് ഇതിന്റെ എല്ലാം പുറകിൽ എന്ന് പറയുമ്പോഴും ഈ ഫരിസേയരാണ് പുരോഹിതരെയും ലേവ്യരെയും കുത്തിവിട്ടത്. അപ്പൊ ആദ്യം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ലേവ്യരും. കാരണം ഈ വിഷയം, if this question arise towards the religiosity, then the Leviticus has to deal. അതാണ് അവിടുത്തെ വിഷയം. If this question is towards the religion, then the Leviticus has to ask this question. Then if this question is towards the spirituality, then the priest has to deal with this. Now, if this question is related to the sacramental or doctrinal, then the holders of the doctrine, who are they? They are the Pharisees. They have to ask the same question. So they were behind the curtain. The Pharisees were behind the curtain. Now they are coming to the picture and they are asking the question, on what basis, on what authority you are giving baptism? Because nowadays, those days, baptism was giving only for the religious. Baptism was reserved, or the Baptist was the religious leader those days. John was not the religious leader. They were asking the same question, are you Elijah? Then they can make sure that he is a religious leader. He was denying one by one. Now he is giving baptism and John is asking the same question, why you are giving? Pharisees were asking the same question, but then why you are giving baptism? നിങ്ങൾക്ക് ആ കോണ്ടക്സ്റ്റ് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കുന്നു. ഇവരുടെ പുറകിൽ നിൽക്കുന്ന ഫരിസേയരായിരുന്നു ഈ ചോദ്യം ഉയർത്തിയത്. ഫരിസേയരായിരുന്നു ആരെ കൊണ്ട് ചോദിപ്പിച്ചത്? നമ്മുടെ ലേവ്യരെ കൊണ്ട് ചോദിപ്പിച്ചത്, പുരോഹിതരെ കൊണ്ട് ചോദിപ്പിച്ചത്. ചോദ്യം പലതായിരുന്നു, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളോട് ചോദിക്കാം അടുത്ത ആഴ്ച. അപ്പം എല്ലാവർക്കും അത് പഠിക്കാനുള്ള അവസരം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നീ ആരാണ്? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേഴ്സ് നമ്പർ 19, നീ ആരാണ്? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ പിന്നെ പറയുകയാണ്, നീ ഏലിയാവാണോ? ഓക്കെ, വേഴ്സ് 20 അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ ചോദിക്കുകയാണ്, നീ പ്രവാചകനാണോ? വേഴ്സ് 21 അല്ലേ. പിന്നെയും വേഴ്സ് 22 ചോദിക്കുകയാണ്, നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് മറുപടി കൊടുക്കണം. നീ ആരാണ്? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? ഈ മൂന്ന് ക്വസ്റ്റ്യന്റെയും ആൻസർ ആയിട്ട് കോട്ട് ചെയ്യുകയാണ് ഐസയ 43 അല്ലെ. 43 അല്ലേ ആ വേഴ്സ് എത്രയായിരുന്നു? ഐസയ 43 എക്സാക്ട്ലി. ഐസയ 43 എടുക്കുകയാണ്. ദീർഘദർശി പ്രവചിച്ച പോലെ കർത്താവിന്റെ വഴിയെ നിരത്തുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. ഐ ആം ജസ്റ്റ് ഫോട്ടോസ്, ഐ ആം ജസ്റ്റ് എ ഫോൺ. ഞാൻ ശബ്ദം മാത്രമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു പാരഗ്രാഫിലുള്ള മീനിങ്സ് നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഐ വിറ്റ്നസ് ആയതുകൊണ്ടാണ് യോഹന്നാന് ഇത് പറയാൻ കഴിയുന്നത്. എന്താണ് ഇത് സംഭവിച്ച സ്ഥലം എവിടെയാണ്? ഇത് നമ്മൾ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. സോ യു നോ ദാറ്റ്. ഇതെവിടെയാണ് സംഭവിച്ചത്? ഇത് സംഭവിച്ചത് ബഥാനിയിലാണെന്ന്
യോഹന്നാൻ ഉറപ്പിക്കുകയാണ്. കാരണം he was the eyewitness. അപ്പം യോഹന്നാൻ നൽകുന്ന സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ഇന്നത്തെ ചിന്തയിൽ പ്രചോദനമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. യോഹന്നാൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് നിങ്ങൾക്ക് സാക്ഷി നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ആമേൻ. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഫരിസേയർ അവനെ അറിഞ്ഞിരുന്നില്ല, സദൂക്യർ അവനെ അറിഞ്ഞിരുന്നില്ല, സാദൂസീസ് ഒക്കെ പിന്നെയാണ് രംഗത്തിലേക്ക് വരുന്നത്. ലേവ്യർ അവനെ അറിഞ്ഞിരുന്നില്ല, പുരോഹിതർ അവനെ അറിഞ്ഞിരുന്നില്ല. പക്ഷേ അവനെ അറിഞ്ഞ യോഹന്നാൻ പറയുന്നു, നിങ്ങൾ അറിയാത്ത ഒരുവൻ ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഇന്നും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നു. നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ ഈശോയെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കെല്ലാം വ്യത്യസ്തമായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈശോ കേവലം ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവർത്തകനാണ്, അല്ലെങ്കിൽ വെള്ളത്തെ വീഞ്ഞാക്കുന്നവനാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ വേണ്ട പോലെ അറിഞ്ഞിട്ടില്ലെങ്കിലും അവൻ നമ്മുടെ നടുവിൽ നിൽപ്പുണ്ട്. അതാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ഈ ഒരു പ്രത്യേക ഖണ്ഡികയുടെ പഠനം നമ്മളോട് വിശദീകരിക്കുന്നത്. നോ മാറ്റർ യു ആർ നോയിങ് ഹിം ഓർ നോട്ട്, നോ മാറ്റർ വേർ യു ആർ, ഓർ നോ മാറ്റർ യു ആർ റിയലൈസിങ് ഹിം ഓർ നോട്ട്, ബട്ട് ഹി ഈസ് ദേർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അസ്. നമ്മുടെ നടുവില് അവനുണ്ട്. ഫരിസേയർക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ലേവ്യർക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പുരോഹിതർക്കും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവനെ മനസ്സിലാക്കിയവർ അവനെ സ്വന്തത്തിലേക്ക് സ്വീകരിച്ചു. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. യോഹന്നാന്റെ സാക്ഷ്യം തീരുകയല്ല. യോഹന്നാൻ വീണ്ടും അടുത്ത പ്രധാന ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അടുത്ത ദിവസം യേശു അടുത്തേക്ക് വരുന്നത് കണ്ട് ഇവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വീണ്ടും യോഹന്നാന്റെ സാക്ഷ്യമാണ്. അപ്പം 2, 3 ഇനി അങ്ങോട്ട് സാക്ഷ്യങ്ങളാണ്. ലോകത്തിന്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കഴിയുമെങ്കിൽ നമുക്ക് ഈ 29-ാം വാക്യം കൂടെ ഒന്ന് ഗ്രഹിക്കാനുള്ള സമയം എടുക്കും. ഒരു 5 മിനിറ്റ് കൂടെ കേൾക്കാലോ അല്ലെ? ഒന്ന് മിണ്ടിക്ക്. ഹല്ലേലൂയ. ഓക്കെ. അടുത്ത ദിവസം യേശു തന്റെ അടുക്കൽ വരുന്നത്, ഞാൻ 29-ാം വാക്യം കൂടെ എടുക്കുകയാണ്. അടുത്ത ദിവസം യേശു തന്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യോഹന്നാന്റെ സാക്ഷ്യം വീണ്ടും വർദ്ധിക്കുകയാണ്. എന്റെ പിന്നാലെ വരുന്ന, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യ നിൽപ്പുണ്ട്, അവൻ എന്റെ പിന്നാലെ വരുന്നവനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇപ്പോഴിതാ ഏറ്റവും വലിയ സാക്ഷ്യം 29-ാം വാക്യത്തില് 4-ാമത്തെ ടെസ്റ്റിമണി യോഹന്നാൻ പറയുകയാണ് ഈ അധ്യായത്തിലേത്, പ്രത്യേകിച്ച് ഈ ഖണ്ഡികയോട് ചേർന്ന് വരുന്നതില്, ലോകത്തിന്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Directly John is connecting Jesus's life to the death. അവിടെ ഡയറക്റ്റ് ആയിട്ട് ഈശോയുടെ മരണത്തിലേക്ക് യോഹന്നാൻ നമ്മെ കൊണ്ടുപോവുകയാണ്. പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഇവൻ കുരിശിൽ മരിക്കുവാൻ പോകുന്നു എന്ന അൾട്ടിമേറ്റ് റെവലേഷൻ ഓഫ് ദ ക്രോസ് അത് യോഹന്നാന് ലഭിച്ചിരുന്നു. യോഹന്നാൻ അതാണ് ഇപ്പൊ പറയുന്നത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗ്രീക്ക് ഫിലോസഫിയിലുള്ളവർക്ക് മനസ്സിലാകുകയില്ല. കാരണം അവിടെ കുഞ്ഞാട് പാപമൊന്നും ചുമക്കുന്ന പരിപാടിയില്ല. എന്നാൽ ഇത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായ ഒരു കാര്യമാണ്. ഏതാണ് ആ പരിചിതമായ കാര്യം? ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ, എന്നാൽ എല്ലാ ദിവസവും പുരോഹിതന്മാർ. യാഗപീഠത്തിന്റെ മുമ്പിലേക്ക് ആടിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ജനത്തിന്റെ നടുവിൽ നിന്ന് ബലിപീഠത്തിലേക്ക് ആടിനെ കൊണ്ടുപോകുവാനായി ജനത്തിന്റെ കയ്യിൽ നിന്ന് ആടിനെ വാങ്ങുമ്പോൾ പുരോഹിതൻ ആടിന്റെ മേലും കൈവെക്കും, ജനത്തിന്മേലും കൈവെക്കും. എന്താ അതിന്റെ ഉദ്ദേശ്യം? ജനത്തിന്മേൽ കൈവച്ചിട്ട് അവരുടെ പാപം മുഴുവൻ ഈ ആടിന്റെ മേലാക്കുന്നു, ജനം സ്വതന്ത്രരായി തിരികെ പോകുന്നു, ആട് പാപങ്ങൾക്ക് വേണ്ടി ബലിയാകുന്നു. ഈ ചിത്രം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ആർക്ക്?
ഗ്രീക്ക് ഫിലോസഫേഴ്സിനല്ല, ഈ നമ്മളുടെ കേൾവിക്കാരായ കൂട്ടർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് അറിയാവുന്നവരാണ് ആണ് വിശുദ്ധ യോഹന്നാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഫ്രം ദി ഗ്രീക്ക് ഫിലോസഫി ഇൻ ടു ദി മൊസൈക് ഹീബ്രു ലോ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ്. അത് ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. അടുത്ത ദിവസം യേശു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. എഴുതുക അടുത്ത സാക്ഷ്യം, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം ഇവൻ എനിക്ക് മുമ്പേ തന്നെ ഇവനുണ്ടായിരുന്നു. എനിക്ക് മുമ്പേ തന്നെ ഇവനുണ്ടായിരുന്നു. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. അപ്പൊ ഇവിടെയാണ് നീ എന്തിനാണ് സ്നാനം നൽകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നത്. ആരാ ചോദ്യം ഉയർത്തിയത്? ഫരിസേയർ. എന്തിനാണ് യോഹന്നാൻ സ്നാനം നൽകിയത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാ 31 മുതലുള്ള വാക്യം. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അടിവരയിടുക ആ വാക്യം. ഫാരസീസിനോട് പറയുകയാണ്, ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകിയത്. കാരണം യോഹന്നാനുള്ള പ്രവചനം എന്താണ്? ആത്മാവ് പ്രാവെന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ വസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു, ആത്മാവ് ഇറങ്ങി ആരുടെ മേൽ വസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് ആത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഉദ്ദേശം നമ്മൾ മുമ്പേ വായിച്ചിട്ടുണ്ടല്ലോ. ഇത് വായിക്കുന്ന എല്ലാവർക്കും എന്നാ കിട്ടണം? ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടണം. മത്തായി സുവിശേഷം എഴുതി എന്നാത്തിനാ? യേശുവെ രാജാവായിട്ട് ഉയർത്തിക്കാട്ടാനാ. മർക്കോസ് സുവിശേഷം, ലൂക്കോസ് സുവിശേഷം എന്നാ കാണിച്ചേ? മനുഷ്യനായ യേശുവിനെയും ദാസനായ യേശുവിനെയും, അല്ലെ? എന്നാൽ ലൂക്കോസ് സുവിശേഷം കഴിഞ്ഞ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നപ്പം രാജാവും അല്ല, മനുഷ്യനുമല്ല, ദാസനുമല്ല, പിന്നെ എന്നാ? ദൈവമായ യേശുക്രിസ്തു. ദൈവമായ യേശുക്രിസ്തുവിന്റെ വിശദീകരണം നടത്തുമ്പോൾ ഇവിടെ ഇതാ പറയുകയാണ്, ആത്മാവ് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഇത് കാണുകയും അവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതായിരുന്നു യോഹന്നാന്റെ സാക്ഷ്യത്തിന്റെ ആകെ തുക. പിന്നീട് നമ്മൾ അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ യോഹന്നാന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന 19-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെയുള്ള ഈ 2 ഖണ്ഡികയിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമായ 3 മേജർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ 3 ചോദ്യവും ചോദിച്ചിരുന്നത് പുരോഹിതന്മാരും ലേവ്യരുമായിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം കർത്താവ് യോഹന്നാൻ ഉത്തരം പറഞ്ഞു. എന്തായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം? നീ പ്രവാചകനാണോ? 2 നീ മശിഹയാണോ? 2 പ്രവാചകനാണോ? 3 ഏലിയായാണോ? യെശയ്യാവിന്റെ കോട്ടെടുത്ത് 40-ന്റെ 3 എടുത്ത് യോഹന്നാൻ പറഞ്ഞു, ഞാൻ അതൊന്നും അല്ല, ഐ ആം ജസ്റ്റ് എ വോയിസ്, ഞാനൊരു ഫോൺ മാത്രമാണ്, ഞാനൊരു ശബ്ദം മാത്രമാണ്. ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ്, ഫരിസേയരുടെയാണ് ചോദ്യം. ഫരിസേയർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ സ്നാനം നൽകുന്നത്? അപ്പൊ യോഹന്നാൻ പറയുകയാണ്, ഞാൻ സ്നാനം നൽകുന്നത് വേറൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. എവിടെയാണ് നമ്മൾ വായിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല, 31-ാം വാക്യം. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. നീ എന്നതിനാ സ്നാനം നൽകുന്നത്? ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താനാ. എന്നെ സ്നാനം നൽകാൻ അയച്ചവൻ എന്നോട് പറഞ്ഞു. എന്നോട് നോക്ക്, എന്നെ സ്നാനം നൽകാൻ അയച്ചവൻ എന്നോട് പറഞ്ഞു, നീ സ്നാനം നൽകുന്ന ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നത് നീ കാണും. അതുവരെ നീ സ്നാനം നൽകിക്കൊണ്ടേയിരിക്കണം. ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്തിൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ വസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ, അടിവരയിടൂ 33-ാമത്തെ വചനം, എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട്
സ്നാനം നൽകുന്നവൻ, ഞാനിത് കാണുകയും ഇവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്നതിനാ യോഹന്നാൻ സുവിശേഷം എഴുതിയത്? യേശു ദൈവപുത്രൻ എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയാണ്. അപ്പം യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാനുള്ള കോഴ്സുകൾ ഓരോന്ന് നിരത്തുകയാണ്. ആദ്യം കോഴ്സ് നിരത്തിയത് ഈ ഗ്രീക്ക് തത്വചിന്തകരോടാണ്. അവരോട് പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ലോഗോസ് ഇവനാണ്. രണ്ടാമത് തെളിവ് നിരത്തുന്നത് യഹൂദരോടാണ്. യഹൂദരോട് പറഞ്ഞപ്പം ആദ്യത്തെ യഹൂദരോട് യേശു ദൈവപുത്രൻ എന്നുള്ള സാക്ഷ്യം പറയുന്ന ആരാന്നറിയാമോ? ഫോറണ്ണർ ആയിട്ട് വന്ന ഏലിയായുടെ ആത്മാവോടുകൂടി വന്ന വിശുദ്ധ യോഹന്നാനാണ്. യോഹന്നാൻ ഫരീസരുടെ ചോദ്യമായിരുന്നു, ഓൺ വാട്ട് ബേസിസ്, ഓൺ വാട്ട് അതോറിറ്റി യു ആർ ഗിവിംഗ് ബാപ്റ്റിസം. അന്നേരം പറയും, എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഇറങ്ങി വരുന്നോ, പ്രാവുന്ന പോലെ ഇറങ്ങി വരുന്ന നീ കാണുന്നുവോ, അവനാണ് ആത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. അവൻ വരുന്നത് വരെ ഞാനുണ്ട്. അവനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാ. ഞാൻ ഒരു ഫോണാണ്, ഞാൻ ഒരു ശബ്ദമാണ്. അവൻ ശബ്ദമല്ല, അവൻ മാംസമാണ്. ഓ, ഞാൻ ഫോണാണ്, അവൻ ലോഗോസ് ആണ്, അവൻ സാക്സായി, അവൻ സാക്സായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു. സോ യോഹന്നാന്റെ സാക്ഷി അവസാനിക്കുമ്പോ ഫരിസയരുടെ പ്രധാന ചോദ്യമായിരുന്നു, നീ ഏത് അധികാരത്തിലാണ് സ്നാനം നൽകുന്നത്? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഡയറക്റ്റ് ജോൺ ഈസ് ഗോയിങ്. ഏതോ ആയുള്ളൂ, ജനനമേ ആയുള്ളൂ. ഈശോയുടെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നേ ഉള്ളൂ. ഇനി 3.5 വർഷം കിടക്കുകയാണ് കുരിശു മരണത്തിന്. എന്നാൽ ജോൺ ഈസ് ഡയറക്ട്ലി getting the revelation of the finished work of Jesus on the cross. Here is the Lamb of God who carries away the sins of the world, sins of the universe, the entire universe. ന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഈ കുഞ്ഞാടെന്ന് വിശുദ്ധ യോഹന്നാൻ സാക്ഷ്യം നൽകുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് വലിയൊരു എൻലൈറ്റ്മെന്റ് ആണ്. യോഹന്നാൻ പറയുന്നു, അവൻ നമ്മുടെ ഇടയിലുണ്ട്, നമ്മൾ അവനെ അറിഞ്ഞിട്ടില്ല, അവനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ആരുടെ മേല് ഇറങ്ങി വരുന്നോ, അത് ഇനി ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അത് 35 വാക്യം. യേശു നടന്നു വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. പിന്നെ വരുന്നത് 38 മുതലുള്ള വാക്യങ്ങള്. 35 വാക്യത്തിൽ വീണ്ടും ഇതാണ്, യേശു നടന്നു വരുന്നത് കണ്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവർ പറയുന്നത് കേട്ടിട്ടാണ്, അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ഹിയർ കംസ് ദി ഡിസൈപ്പിൾസ്. നിങ്ങൾ എന്തന്വേഷിക്കുന്നു ചോദിച്ചു. റബ്ബൂനി, ഗുരു എന്നർത്ഥം. അപ്പം യോഹന്നാൻ, ദിസ് ഈസ് ദ പിക്ചർ വി നീഡ് ടു നോ. ജോൺ വന്നു, ഓക്കെ, ജോണിലൂടെയാണ് ബാക്കിയെല്ലാം വരുന്നത്. ജോൺ ദ ബാപ്റ്റിസ്റ്റിലൂടെയാണ് ജോൺ ദി ഗോസ്പൽ റൈറ്റർ വരുന്നത്, മാത്യു വരുന്നത്, പീറ്റർ വരുന്നത്. അതെല്ലാം നമുക്ക് ഇനി അടുത്ത ദിവസങ്ങൾ കേൾക്കാം. അതിലേക്കും കൂടെ ഇന്നിനിപ്പം പോകാനായിട്ട് നമുക്ക് കഴിയുമെന്ന് തോന്നില്ല. എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചു. ഏകദേശം 10 യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 ശിഷ്യന്മാർ ശീമോൻ പത്രോസും അവന്റെ സഹോദരൻ അന്ത്രയോസുമായിരുന്നു. അവർ ആദ്യമേ ശീമോനെ കണ്ട് മശിഹ എന്ന ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. പീലിപ്പോസ് വരുന്നു, നഥനിയേൽ വരുന്നു. ആ രംഗത്തിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. അപ്പൊ ഇന്ന് യോഹന്നാന്റെ സാക്ഷ്യം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ 19 വാക്യം മുതൽ 34 വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ 3 മേജർ ക്വസ്റ്റ്യൻസ്, 4 മേജർ ആൻസേഴ്സ്. ഓക്കെ, എല്ലാം എഴുതി വെച്ചാണ് കേട്ടോ, കാണാം. ഓക്കെ, 3 major questions, 4 major answers. Finally the question, who gave you the authority for giving the baptism? അതിന് ജോണിന്റെ ആൻസർ ഉണ്ട്. ജോൺ പറയാണ്, എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് കാണുന്ന വരെ ഇത് ചെയ്തോളാൻ. കണ്ടു, ഞാൻ അരങ്ങൊഴിയുന്നു, വേറൊരുത്തൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. അവൻ എനിക്ക് ഇന്നത്തെ വേഴ്സ്, ടുഡേസ് വേഴ്സ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയ, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഇന്ന് ജോൺ ദ ഗോസ്പൽ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, നമ്മള് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത, നമ്മള് അത്ര കണ്ട് മനസ്സിലാക്കിയിട്ടില്ലാത്ത, നേരെ ചൊവ്വയെ അറിയാത്ത ഒരാള് നമ്മുടെ മധ്യേ ഉണ്ട്. ആ വ്യക്തിയെ തിരിച്ചറിയുന്നതോടെ ഈ ക്രിസ്തീയ ജീവിതം സുഗമമായി സന്തോഷകരമായി തീരുകയാണ്. സോ അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നാം ഒരുമിച്ച് വീണ്ടും കാണുമ്പോഴേയും സർവശക്തനായ ദൈവം സകല നന്മകളാലും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സാക്ഷ്യം നിങ്ങൾക്കിത് വീണ്ടും വായിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തയ്യാറാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് മാത്രമല്ല, നിങ്ങൾക്ക് എന്നോടും ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗിരീഷ് ഫ്രാൻസിസ് ചോദിക്കുന്നു,
മാത്യു 11:3 കൂടി വിശദീകരിക്കാം. 11:3 എന്താണ്? യോഹന്നാന്റെ സംശയമാണ് അല്ലെ, വരുവാനുള്ളവൻ നീയാണോ, നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവന് വേണ്ടി പ്രതീക്ഷിക്കണമോ? അപ്പൊ ഇതിനിടയിൽ യോഹന്നാൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഗിരീഷിന്റെയും ക്വസ്റ്റ്യൻ. ഇതിനിടയിൽ യോഹന്നാന് സംഭവിച്ചത് നമുക്കൊക്കെ സംഭവിച്ചത് തന്നെയാണ്. ഗിരീഷ്, എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് സംഭവിക്കുന്നതും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് യോഹന്നാന് സംഭവിച്ചത്. ഇവിടെ യോഹന്നാനെ നമ്മൾ ഒരിക്കലും ഒരു ദൈവീകത കൊടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയ, അല്ലെങ്കിൽ തെറ്റാവരമുള്ള, ഒരിക്കലും തെറ്റാത്ത ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ കാണുമ്പോഴാണ് യോഹന്നാന്റെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വല്ലാത്ത ഒരു പരിഭവമായി മാറുന്നത്. അതായത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു എന്ന് പറഞ്ഞ് യോഹന്നാൻ കാരാഗൃഹത്തിലായപ്പോ എന്തിനാണ് കർത്താവിനെ സംശയിച്ചിട്ട് വരാനുള്ളത്, നീയോ ഞങ്ങൾ മറ്റൊരു വേണ്ടി കാത്തിരിക്കണം എന്ന് ചോദിക്കുന്നതെന്നാണ് ഗിരീഷ് ബ്രദർ ചോദിക്കുന്നത്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വരാഷ്ട്ര ചിന്താഗതി. നമുക്കറിയാം, ഇപ്പൊ യോഹന്നാന്റെ കാര്യം നോക്കുമ്പോഴും യോഹന്നാൻ അന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു ജീവിത ശൈലി നയിച്ചിരുന്ന ആളായിരുന്നു. ഇതിവിടെ പറയേണ്ടി വരുന്നത് ഇപ്പൊ ചോദിച്ചുകൊണ്ടാണ്. സാധാരണക്കാർ ധരിക്കുന്ന വസ്ത്രം അല്ലായിരുന്നു യോഹന്നാൻ ധരിച്ചിരുന്നത്. സാധാരണക്കാർ കഴിക്കുന്ന ഭക്ഷണമല്ലായിരുന്നു യോഹന്നാൻ കഴിച്ചിരുന്നത്. സാധാരണക്കാർ താമസിക്കുന്ന ഇടത്തല്ലായിരുന്നു യോഹന്നാൻ താമസിച്ചുകൊണ്ടിരുന്നത്. വെട്ടുക്കിളിയും കാട്ടുതീനും ഒക്കെയായി മനുഷ്യൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഒട്ടകത്തോല് കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മരുഭൂമിയിലായിരുന്നു ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഒരു സെക്ട് ഓഫ് പീപ്പിൾ ആണ്. നമ്മളിപ്പം യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നുവെങ്കിൽ യോഹന്നാന്റെ സമാന ചിന്താഗതിക്കാരായ സ്വരാഷ്ട്ര ചിന്താഗതിക്കാരായ, സ്വരാഷ്ട്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരന്ന് റോമാക്കാരുടെ അടിമത്തത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം ഒരു രാജ്യം അവരുടെ സ്വപ്നമായിരുന്നു. സ്വരാഷ്ട്ര ചിന്താഗതിക്കാരായ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പം സ്വരാഷ്ട്ര ചിന്താഗതിക്കാരായ ഒരുപാട് പേര് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ചിന്താഗതിക്കാരിൽ ഒരാളായിരുന്നു യോഹന്നാനും. എന്നാൽ യേശു ഇവര് പ്രതീക്ഷിച്ച അക്ഷരിക രാജ്യം, റോമയിലെ കൈസറിനെ അടിച്ചു താഴെ ഇട്ടിട്ട് യഹൂദർക്ക് സ്വന്തമായിട്ട് രാജ്യം ഉണ്ടാക്കുന്ന അക്ഷരിക രാജ്യം ഉണ്ടാക്കുന്നില്ല എന്ന് യോഹന്നാൻ കാണുകയാണ്. അപ്പൊ സ്വരാഷ്ട്ര ചിന്താഗതിയിൽ ഈശോയെ കിട്ടുന്നില്ല. ഓൺ കിങ്ഡം, they were thinking that one day Jesus will establish a kingdom for us. But after 3.5 years of Jesus's ministry, they were not seeing any of such signs in Jesus's ministry. Now John was in the prison. He was running his last round ഓടുകയാണ്. Now the question coming from a doubtful heart that are you the Messiah or we have to wait for someone. That is common for a human. That's common for a human, because John was not God. He was just a phone. He was just a voice of God. His purpose, why John was sent forth from God the Father, for a special intention, for a special purpose. When that purpose is over, that picture is over. അതിനപ്പുറത്ത് നമ്മൾ അതിനൊരു യോഹന്നാൻ പിന്മാറ്റത്തിൽ പോയോ, പിന്നെ യോഹന്നാൻ ഇതിനിടയിൽ കൽപ്പന ലംഘിച്ചോ, ഇതൊന്നും നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും അല്ല അതിന്റെ സാഹചര്യം. ശരിക്കും അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. യോഹന്നാൻ ഒരു മനുഷ്യനായിരുന്നു. മാനുഷികമായ എല്ലാ സംശയങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാനുഷികമായ വീഴ്ചയും വാഴ്ചയും എല്ലാം ഉണ്ടായിരുന്നു. ദീസ് തിങ്സ് ആർ കോമൺ എന്നുള്ളത് മാത്രമേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? സോബി ജോസഫ് ചോദിക്കുന്നു, പുതിയ നിയമം എവിടെയാണ് തുടങ്ങുന്നത്? പുതിയ നിയമം തുടങ്ങുന്നത് യോഹന്നാനിലാണ്. യോഹന്നാനാണ് ഇതിന്റെ ബ്രിഡ്ജ്. ശരിക്കും പഴയ നിയമത്തിൽ യോഹന്നാന്റെ ഇടംകാലും പുതിയ നിയമത്തിൽ യോഹന്നാന്റെ വലങ്കാലും വെച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യോഹന്നാനെ നമ്മൾ കാണുന്നത്. ദൈവരാജ്യത്തിന്റെ പ്രതിനിധികൾക്കും മോശയുടെ ന്യായപ്രമാണത്തിലെ വക്താക്കൾക്കും ഇടയിൽ നിൽക്കുന്ന ഒരു ബ്രിഡ്ജായിട്ടാണ് ഈ യോഹന്നാൻ തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും ഞാൻ പറയുമ്പോൾ പറയും, യോഹന്നാനോട് കൂടിയാണ് പുതിയ നിയമത്തിന്റെ ആരംഭം. നമുക്കിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോണിന് സംഭവിച്ചതുപോലെ നമുക്കെല്ലാവർക്കും മിസ്റ്റേക്സ് ആർ കോമൺ. നമുക്കെല്ലാവർക്കും വരാനും സംഭവിക്കാനും സാധ്യതയുള്ളതാണ്. പക്ഷെ ഇന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, വേറൊന്നുമല്ല,
ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങയെ അതിന്റെ അപൂർണ അർത്ഥത്തിൽ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണേ. കരമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവിൽ, പ്രത്യേകിച്ച് ഈ സൂം ലൈവ് ക്ലാസ്സിൽ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ക്ലാസ് ഓരോ വെള്ളിയാഴ്ചയും നടക്കുമ്പം വളരെ ആർത്തിയോടെ ഇത് പഠിക്കുന്ന വ്യത്യസ്ത പ്രായക്കാരായ മക്കളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി, ഇത് വലിയ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് വിശുദ്ധ യോഹന്നാനിൽ സംഭവിച്ചിരിക്കുന്നത്. കർത്താവെ, ഇതിനെ ആഴമായി മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഇന്നത്തെ ഈ വചനം എല്ലാ ഹൃദയങ്ങൾക്കും വലിയ പ്രചോദനവും പ്രകാശനവുമായി മാറട്ടെ. ഞങ്ങളുടെ ഇടയിലുള്ള ഇവനെ തിരിച്ചറിയുവാനുള്ള, അവിടുത്തെ തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ധാരാളമായി വർഷിക്കണമേ. ഇന്ന് ഈ ലൈവിൽ പങ്കെടുത്ത് നാനാവിധ വ്യഥകളാൽ നീറിപ്പുകയുന്ന എല്ലാ മക്കളെയും കടാക്ഷിക്കണമേ. എല്ലാ കുടുംബങ്ങളിലേക്കും സമാധാനവും സന്തോഷവും രക്ഷയുടെ സന്തോഷവും അയക്കണമേ. 2021 വലിയ ആനന്ദത്തിന്റെ വർഷമായി, എൻ്റെ ഇടയിലുള്ളവനെ ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന വർഷമായി എല്ലാവർക്കും മാറുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. May the good God bless you all. അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരാ സംസാരിച്ചപ്പം പറഞ്ഞത്, ആരോ എൻ്റെ അടുത്ത് സിസ്റ്റർ സുനിതയാന്ന് തോന്നുന്നു, എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബ്രദറെ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ ടെലഗ്രാമിൽ ഈ ലിങ്ക് വരുന്ന ഉടനെ ഷെയർ ചെയ്യുകയാണ്, എന്നോടുകൂടെ 120 പേര് ഇത് പഠിക്കുന്നുണ്ടെന്ന്. താങ്ക് യു സിസ്റ്റർ സുനിത, താങ്ക് യു ഫോർ ദ ഇനിഷ്യേറ്റീവ്. അങ്ങനെ ഇത് അനേകരെ പഠിപ്പിക്കുവാനായിട്ട് ലിങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പഠിക്കുന്ന എല്ലാവർക്കായി നന്ദി പറയുന്നു. അടുത്ത ദിവസം മുതൽ നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ പഠനങ്ങൾ വളരെ പ്രയോജനമാകുന്നു എന്നറിയുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും പുതുവർഷത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. ബ്ലെസ് യു ഓൾ. കേരളത്തിലുള്ളവര് ചങ്ങനാശ്ശേരി വന്നാട്ടെ. ചങ്ങനാശ്ശേരിയില് പാലാത്രയില് നമ്മളുടെ പ്രേയർ നടക്കുന്നുണ്ട്. ഇപ്പോൾ 20-22 പേർക്കൊക്കെ പങ്കെടുക്കാനുള്ള ഫെസിലിറ്റിയേ ഉള്ളൂ. എങ്കിൽ കൂടെ whenever you free, try to make it. പാലാത്രയില് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറൻറ്റ്, നമ്മുടെ റെസ്റ്റോറൻറ്റ് ആണല്ലോ, നിങ്ങൾക്ക് അറിവുള്ളതുപോലെ. ആ റെസ്റ്റോറൻറ്റിലെ പാർട്ടി ഹാളിൽ വെച്ചാണ് ഇപ്പോൾ പ്രേയർ നടക്കുന്നത്. സോ ഫീൽ ഫ്രീ എനി ടൈം, join us. Thank you so much for joining. May the good God bless you.